എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ആചാര്യപാദത്തിൽ പ്രണമിച്ചുകൊണ്ട് തുടങ്ങട്ടെ. കഥകളിലൂടെ വളരെ ഗഹനങ്ങളായിട്ടുള്ള തത്വങ്ങളെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തു വന്നിട്ടുള്ള, അത് വളരെ ഭംഗിയായി ലളിതമായി കൈമാറ്റം ചെയ്തു വന്നിട്ടുള്ള ഒരു നാടും ഒരു സംസ്കാരവും. നമ്മുടെ വൈദിക വിജ്ഞാനത്തെ കാലാന്തര സഞ്ചാരം ചെയ്യുന്നതിന് രൂപകൽപ്പന ചെയ്ത ചിറകുകളാണ് നമ്മുടെ കഥകൾ എല്ലാം. വേദപ്പൊരുളുകളെ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വളരെ വളരെ ഗഹനങ്ങളായിട്ടുള്ള തത്വങ്ങളാണ് വൈദിക വിജ്ഞാനം എന്നുള്ളത് തന്നെ. അതിനെ കഥകളിൽ പൊതിഞ്ഞ്, ആ മധുരത്തിൽ പൊതിഞ്ഞ് ആളുകളിലേക്ക് എത്തിക്കുക, അത് വളരെ സമർത്ഥമായി വളരെ ഭംഗിയായി ചെയ്തിട്ടുള്ള ഒരു സംസ്കൃതിയിൽ ആ കഥകൾക്കുള്ളിലെ കഥകൾ തിരിച്ചറിഞ്ഞ, അതറിയുകയും അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്ത മഹാചാര്യൻ്റെ ഈ വൈദിക ഗുരുകുലത്തിൽ എൻ്റെ പ്രഭാഷണം ഒരു കഥയിൽ തുടങ്ങാം എന്ന് കരുതുകയാണ്. 16-ാം നൂറ്റാണ്ടിൽ കനകദാസൻ കന്നഡയിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയുടെ തലക്കെട്ടിങ്ങനെയാണ്, രാമധാന്യ ചരിത്രേ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കഥ ഇപ്രകാരമാണ്. അരിയും റാഗിയും തമ്മിൽ വലിയൊരു തർക്കം. മൂപ്പിളമയാണ്, ആരാണ് ശ്രേഷ്ഠൻ എന്നുള്ളതാണ്. ആർക്കാണ് ശ്രേഷ്ഠത, അരിക്കാണോ റാഗിക്കാണോ എന്നുള്ളതിലാണ് തർക്കം പ്രാദേശികമായി ഒന്നും പരിഹരിക്കാൻ പറ്റിയില്ല. അവസാനം പരിഹരിക്കേണ്ട ആളിൻ്റെ അടുത്ത് തന്നെ എത്തി, ശ്രീരാമചന്ദ്രൻ്റെ അടുത്തെത്തി. അദ്ദേഹം രാജാക്കന്മാരിൽ ഏറ്റവും മര്യാദാ പുരുഷോത്തമനായ ആളാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണല്ലോ, ധർമ്മത്തിൻ്റെ പ്രതീകം എന്ന് നമ്മെ ചൂണ്ടിക്കാട്ടിയിട്ട് നമ്മുടെ സംസ്കൃതി പറഞ്ഞത് രാമനാണ് ധർമ്മത്തിൻ്റെ പ്രതീകം. ഇപ്പോൾ രാമൻ്റെ അടുത്തെത്തി ഈ തർക്കം. രാമൻ ഇതൊക്കെ കേട്ടു. രണ്ടുപേരുടെയും അവകാശവാദങ്ങൾ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച് അവസാനം ഒരു തീർപ്പ് കൽപ്പിച്ചു. രണ്ടിനെയും പിടിച്ച് ജയിലിലിട്ടേക്കാൻ പറഞ്ഞു. കൃത്യമായ കാലാവധിയും പറഞ്ഞു, 6 മാസം ജയിലിലിട്ടേക്കൂ. അങ്ങനെ ഹരിയും റാഗിയും ജയിലിലായി 6 മാസം. ഈ 6 മാസം കൊണ്ട് അരി മോശമായി തീരുകയും അത് ചീത്തയാവുകയും അതിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അത് മോശമായി ചീത്തയായി. എന്നാൽ റാഗിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. രാമൻ റാഗിയെ അനുഗ്രഹിച്ചു എന്നാണ്. അപ്പോൾ രാമൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ധാന്യം എന്ന നിലയിൽ ചെറുധാന്യങ്ങളുടെ പ്രതീകമായി റാഗിയെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതത്ര ചെറിയ കാര്യമല്ലല്ലോ. രാമൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളവരൊക്കെ രാമനോളം ഇല്ലേ, അത് പക്ഷിയായാലും ശിലയായാലും ഒക്കെ നമുക്കറിവുള്ളതാണ്, രാവണന് പോലും. അപ്പോൾ അത്തരത്തിലാണ് ശ്രീരാമചന്ദ്രന് പോലും ചെറുധാന്യങ്ങളുടെ മാഹാത്മ്യം എന്ത് എന്ന് ത്രേതായുഗത്തിൽ അറിയാമായിരുന്നു എന്ന് കനകദാസൻ ഈ ചെറിയൊരു കവിതയിലൂടെ പറയുകയാണ്. കനകദാസൻ നിസ്സാരക്കാരനല്ല. ഉടുപ്പി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം. കൃഷ്ണൻ അദ്ദേഹത്തിനായി പ്രത്യേകമായി ഭിത്തി തുരന്ന് ദർശനം കൊടുത്തു എന്നാണ്. അപ്പോൾ ആ കനകദാസനാണ് ഈ രാമധാന്യ ചരിത്രേ എന്നുള്ളത് എഴുതിയിട്ടുള്ളത്, പോയം എഴുതിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വിഷയവും അതുതന്നെയാണ്, ചെറുധാന്യങ്ങൾ എന്നുള്ളതാണ്. ചരിത്രാതീത കാലം മുതൽ തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരം രൂപീകരിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു കാലഘട്ടത്തിൽ, ഇന്നിപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാലഗണന പറയുക, ബിഫോർ കോമൺ ഇറ, BCE എന്നാണല്ലോ പറയുക. അപ്പോൾ അത്തരത്തിൽ ചരിത്രാതീത കാലം എന്നുള്ളത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ, സിന്ധു നദീതട സംസ്കാരം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ മുതൽ ഇങ്ങോട്ട് നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്ന സമയം വരെ ചെറുധാന്യങ്ങളുടെ ഒരു സക്രിയമായ ഇടപെടൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏത് സംസ്കാരം രൂപപ്പെടുമ്പോഴും, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ സംസ്കാരം
രൂപീകൃതമായപ്പോൾ ആ സംസ്കാരം രൂപീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലെ കാർഷിക സംസ്കൃതിക്ക് ആ സംസ്കൃതിയുടെ രൂപീകരണവുമായി വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഏത് സംസ്കാരമായാലും, പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരം എന്നുള്ളത് ഒരു ഗ്രാമീണ സംസ്കൃതിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അന്ന് നിലനിന്നിരുന്ന ഒരു തനത് കാർഷിക സംസ്കൃതിക്ക് ആ ഭാരതീയ സംസ്കാരത്തിൻ്റെ രൂപീകരണത്തിൽ നിർണായകമായ ഒരു സ്വാധീന ശക്തിയായി നമ്മുടെ കാർഷിക സംസ്കൃതി നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏത് നാടിൻ്റെ സംസ്കാര രൂപീകരണത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിലനിന്നിരുന്ന ഒരു കാർഷിക സംസ്കൃതി, ആ സംസ്കൃതിയുടെ പ്രത്യേകത എന്തായിരുന്നു? വളരെ വൈവിധ്യപൂർണമായിട്ടുള്ള, സമ്പന്നമായിട്ടുള്ള, സമർത്ഥമായിട്ടുള്ള, സമീകൃതമായിട്ടുള്ള ഒരു ഭക്ഷണ സംസ്കാരം നമുക്കുണ്ടായിരുന്നു, ഒരു ഭക്ഷ്യ സംസ്കാരം നമുക്കുണ്ടായിരുന്നു. ഇത്ര ഡൈവേഴ്സായിട്ടുള്ള, ഇത്ര വൈവിധ്യപൂർണമായിട്ടുള്ള ഒരു ഭക്ഷണ സംസ്കൃതി നമ്മുടെ കാർഷിക സംസ്കൃതി നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്, ഭാരതത്തിൻ്റെ സംസ്കാരത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. അതിൽ തന്നെ ഏറെ അവഗണിക്കപ്പെടുകയും പിന്നോക്കം പോവുകയും ചെയ്തിട്ടുള്ള ഈ ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ ലഘുധാന്യങ്ങൾ, പേരിൽ ലഘുവാണെങ്കിലും ഗുരുത്വമുള്ള, ഗുരുവായിട്ടുള്ള, ഇന്ന് നമ്മൾ മില്ലറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ലഘുധാന്യങ്ങളുടെ പങ്ക് എന്ന് പറയുന്നത് നമ്മുടെ കാർഷിക സംസ്കൃതിയിലും ഭാരതത്തിൻ്റെ സംസ്കാര രൂപീകരണവുമായി ബന്ധപ്പെട്ടും നമ്മുടെ ഭക്ഷ്യ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പഠനങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ലഘുധാന്യങ്ങൾ നമ്മുടെ പരമ്പരാഗതമായ ഭക്ഷണ സംസ്കാരം എന്നതിനപ്പുറം നമ്മുടെ ആഘോഷങ്ങളിൽ, നമ്മുടെ ഉത്സവങ്ങളിൽ, ഔഷധമായി, അതുപോലെ നമ്മുടെ കലകളിൽ, സാഹിത്യത്തിൽ, ഇപ്പോൾ കന്നഡ പോയത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പുരന്ദരദാസൻ്റെ റാഗി തന്തീരെ ഭിക്ഷക റാഗി തന്തീരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീർത്തനമുണ്ട്, ചിട്ടപ്പെടുത്തിയിട്ടുള്ള കീർത്തനമുണ്ട് പുരന്ദരദാസൻ്റെ. അപ്പോൾ അത്തരത്തിൽ കലകളിൽ, സാഹിത്യത്തിൽ, നാടോടി സാഹിത്യത്തിലൊക്കെ ഈ ലഘുധാന്യങ്ങൾ കൃത്യമായി അതിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ സിന്ധു നദീതട സംസ്കാരം എന്നുള്ളത് ഈ കോമൺ ഇറയ്ക്ക് മുമ്പ് ഏതാണ്ട് 3300 വർഷങ്ങൾക്കപ്പുറത്തുള്ള സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ലഘുധാന്യങ്ങൾ ധാരാളമായി കൃഷി ചെയ്യപ്പെട്ടിരുന്നു എന്നാണ്. പ്രധാനമായി ചോളം, റാഗി, കമ്പ്, പേൾ, അതുപോലെ ചാമ, തിന, ഇത്തരത്തിലുള്ള ലഘുധാന്യങ്ങളെല്ലാം ശ്യാമധാന്യങ്ങൾ എന്നും അതിന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ലഘുധാന്യങ്ങൾ ആ കാലഘട്ടത്തിൽ കൃഷി ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. പിന്നീട് അതിങ്ങോട്ട് വേദകാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അറിവുകൾ കുറേ കൂടി കൃത്യമായി നമ്മുടെ ആചാര്യന്മാർ മനസ്സിലാക്കുകയും ആ വേദകാലഘട്ടത്തിൽ യജുർവേദം എന്നുള്ളത് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് യജുർവേദം എന്നുള്ളത്. ആ യജുർവേദത്തിൽ ഈ ആചാരപ്രധാനമായിട്ടുള്ള വേദത്തിൽ നിവേദ്യമായി ഒക്കെ ഈ ലഘുധാന്യങ്ങളാണ് ഉപയോഗിക്കപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു സമീകൃത ആഹാരം അവിടെ പേൾ, ഈ ബാജ്റ എന്നുള്ളത്, അതുപോലെ റാഗി, ജോവർ എന്നുള്ളതൊക്കെ അവിടെ ഉപയോഗപ്പെട്ടിരുന്നു എന്നാണ്. പ്രിയങ്കാവ, അനാവ, ശ്യാമക എന്നൊക്കെയാണ് അന്ന് അതിന് പേര് കൊടുത്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അത്തരത്തിലൊരു സമീകൃത ആഹാരം എന്നതിനപ്പുറം വളരെ കൃത്യമായി ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നിവേദ്യമായ, അപ്പോൾ അത്ര ഉന്നതമായ ഒരു തലത്തിലേക്ക് ഈ ചെറുധാന്യങ്ങളെ വൈദിക കാലഘട്ടം കണ്ടിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നാം അറിയേണ്ടതുണ്ട്. അപ്പോൾ ദൈനംദിനമായി ഒരു സമീകൃത ആഹാരം എന്നതുപോലെ തന്നെ ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ കൃത്യമായി ഇത് ഉപയോഗിച്ചിരുന്നു. ഒരു ഔഷധമായി, ഇപ്പോൾ നമുക്ക് വരക് എന്നുള്ളത് തന്നെ അറിയാം, പനി വരക് എന്നാണ് പറയുക. അപ്പോൾ ഔഷധമായി നമ്മളിതിനെ ഉപയോഗിച്ചിട്ടുണ്ട്, ആ കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി രാമായണം ഇതിഹാസങ്ങളുടെ കാലഘട്ടത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, രണ്ട് ഇതിഹാസവും ത്രേതായുഗത്തിലെ രാമായണമായാലും ദ്വാപരയുഗത്തിലെ മഹാഭാരതവുമായാലും ഇതെല്ലാം ഒരു നിശ്ചിത കാലം വനവുമായി ബന്ധപ്പെട്ട ഒരു ജീവിത ക്രമത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്കൃതിക്ക് വനവുമായുള്ള ബന്ധം എന്താണെന്ന് ഇതിഹാസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് കൃഷിയെക്കുറിച്ചൊക്കെ, ഈ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ
കാടിനെ പോലെ കാടിൻ്റെ സംസ്കൃതി കൃഷിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് പണ്ഡിതർ പറയുന്നുണ്ട്. അപ്പോൾ കാടാണ് യഥാർത്ഥത്തിൽ നമുക്ക് മാതൃകയാവേണ്ടത്, വഴികാട്ടിയാവേണ്ടത്. അപ്പോൾ നമ്മുടെ സംസ്കൃതിയും അത്തരത്തിൽ കാടുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾ രൂപപ്പെടേണ്ടത് കാട്ടിലാണ് എന്ന് താടക നിഗ്രഹത്തിനായി ഈ രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഒരു പണ്ഡിത മതമുണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ സുഖങ്ങളിലല്ല ഇവർ രൂപപ്പെടേണ്ടത്, കാടിൻ്റെ കഷ്ടപ്പാടുകളിലാണ് എന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു വനവാസ കാലഘട്ടത്തിൽ ഈ സീതാ ലക്ഷ്മണനും അതുപോലെ ശ്രീരാമചന്ദ്രനും ഒക്കെ കഴിച്ചിരുന്ന ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ഠമൂല എന്ന് പറയുന്നത് ഞാൻ ഈ കുംഭമേളയ്ക്ക് പോയപ്പോൾ കഴിക്കുകയുണ്ടായി. അവിടെ കൊണ്ടുവച്ച് നമുക്ക് തരുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ട് അന്നാണത് രുചിക്കുന്നത്, കാണുന്നത്. ഒരു റൂട്ടാണത് ശരിക്കും എന്നാണ്. അപ്പോൾ അത്തരത്തിൽ അവർ കഴിച്ചുകൊണ്ടിരുന്നതിനകത്ത് ലഘുധാന്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രതിപാദ്യം ഇതിഹാസങ്ങളിലൊക്കെ ഉണ്ട് എന്നത്. അത് മഹാഭാരതത്തിലും പാണ്ഡവരുടെ വനവാസവുമായി ബന്ധപ്പെട്ടുമൊക്കെ പറയപ്പെടുന്നുണ്ട് വളരെ കൃത്യമായി. അതുപോലെ തന്നെ നമ്മുടെ പല മുനിമാരുടെയും ധാരാളം മഹർഷിമാർ ഇങ്ങനെ തപസ്സുമായി ബന്ധപ്പെട്ട് കാട്ടിലൊക്കെ താമസിച്ചു കൊണ്ടിരുന്നവരുടെയൊക്കെ ഭക്ഷണക്രമത്തിൽ ഇത്തരത്തിൽ ഈ ലഘുധാന്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി അങ്ങോട്ട് നമ്മുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് നാം ഒന്ന് പഠിക്കുകയാണെങ്കിൽ 4-5 നൂറ്റാണ്ടുകളിൽ കാളിദാസൻ എഴുതിയിട്ടുള്ള അഭിജ്ഞാന ശാകുന്തളം എന്നുള്ളതിൽ ദുഷ്യന്തൻ്റെ രാജസദസ്സിൽ കണ്വ മഹർഷി ശകുന്തളയിലേക്ക് ഒരു ശകുന്തള വിടവാങ്ങി പോകുന്ന ഒരു സമയത്ത് ശകുന്തളയുടെ മേലേക്ക് വർഷിക്കുന്നത് തിനയാണ്. അപ്പോൾ മംഗളകരമായിട്ടുള്ള അവസരങ്ങളിൽ, ആഘോഷങ്ങളിൽ എന്ന് ഞാൻ പറഞ്ഞു, ഉത്സവങ്ങളിൽ എന്ന് പറഞ്ഞു. അതുപോലെ ഈ അഭിജ്ഞാന ശാകുന്തളത്തിൽ അത്തരത്തിൽ ഈ ശകുന്തളയുടെ മേൽ വർഷിച്ചത് തിനയാണ് എന്ന് നമുക്ക് അഭിജ്ഞാന ശാകുന്തളം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നോക്കിയാൽ നമ്മുടെ സംസ്കൃതി അല്ലെങ്കിൽ സനാതന ധർമ്മം ഈ ലഘുധാന്യങ്ങളെ കണ്ടിട്ടുള്ളത് വെറും ഒരു ആഹാരം എന്നതിനപ്പുറം മംഗളകരമായിട്ടുള്ള ഒരു വളരെ പവിത്രമായിട്ടുള്ള ഒന്നായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതതിൻ്റെ ഒരു ശുദ്ധി, ഈ ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ ലഘുധാന്യങ്ങൾ എന്നുള്ളത് ഒരു ശുദ്ധിയുടെ പ്യൂരിറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിംപ്ലിസിറ്റി, ലഘുത്വം എന്നുള്ളത് ഒരു നന്മയുടെ, അതുപോലെ തന്നെ ഒരു ആത്മീയ ഔന്നത്യത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായി ലഘുധാന്യങ്ങളെ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മളതിനെ മില്ലറ്റ് എന്ന നിലയിലാണ് പൊതുവിൽ വിവക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഈ സാംസ്കാരിക ഉത്സവങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കുത്തിയോട്ടം എന്നുള്ളത് നാം ചർച്ച ചെയ്യുമ്പോൾ അവിടെ വിഷ്ണു ഭഗവാന് ലഘുധാന്യങ്ങളാണ് സമർപ്പിക്കുന്നത് എന്ന്. കുത്തിയോട്ടം എന്നുള്ളതൊരു നൃത്തരൂപമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുക. അപ്പോൾ അവിടെ ലഘുധാന്യങ്ങളാണ് വിഷ്ണു ഭഗവാന് സമർപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ലഘുധാന്യങ്ങളുടെ വിളവെടുപ്പ് ഉത്സവമാണ് കുത്തിയോട്ടം എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ മകരസംക്രാന്തി, പൊങ്കൽ എന്നുള്ളത് വരക് മായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കുന്നുണ്ട്. ഈ തമിഴ്നാട്ടിലെ നാമക്കൽ, കൊള്ളി വനമേഖലയിൽ ഈ ലഘുധാന്യങ്ങൾ എന്നുള്ളത് വനവാസികൾ വളരെ ദൈവികമായിട്ടുള്ള ഒന്നായി അവർ ആചാരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നാം അറിയുന്നു പഠനങ്ങളിലൂടെ. അതുപോലെ രാജസ്ഥാനിൽ ഗംഗൗർ എന്ന് പറയുന്ന ഒരു വിളവെടുപ്പ് ഉത്സവമുണ്ട്. ഗംഗൗർ എന്നത് ചൈത്രമാസത്തിൽ, വൈശാഖ മാസത്തിൽ അമ്മ ഗൗരിയെ ആരാധിക്കാനായി പേൾ മില്ലറ്റ്, കമ്പ് എന്നാണ്, അത് പാചകം ചെയ്യുന്ന ഒരു ആചാരമാണ് ഗംഗൗർ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളിലും, കർണാടകത്തിൽ നാഗപഞ്ചമി എന്ന് പറയുന്നതിന് റാഗിയും ജോവറും, മണിച്ചോളം എന്നുള്ളത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പിന്നീട് വിവാഹങ്ങളിൽ, മധ്യപ്രദേശിൽ വിവാഹ സമയങ്ങളിൽ വധൂവരന്മാർ വിവാഹ സമയത്ത് റാഗിയും മഞ്ഞളും ചേർത്ത് അരച്ച ഒരു മാവ്, ഒരു പേസ്റ്റ് ശരീരത്താകെ പൂശുകയും അത് ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അതുപോലെ വിവാഹങ്ങളിൽ ലഘുധാന്യങ്ങൾ സമ്മാനമായി, ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്കത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഒരു അത്ഭുതമായി അല്ലെങ്കിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നായി തോന്നാം. ലഘുധാന്യങ്ങളൊക്കെ സമ്മാനമായി വിവാഹങ്ങളിൽ നൽകുക എന്നത് തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് പലയിടങ്ങളിലും കാണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷോഡശ സംസ്കാരത്തിലെ ആദ്യത്തേതായിട്ടുള്ള ഗർഭധാരണ സമയത്ത്, പ്രസവ സമയത്തൊക്കെ ലഘുധാന്യങ്ങൾ പാചകം ചെയ്ത് ആഘോഷങ്ങൾ നടത്താറുണ്ട്. അങ്ങനെയുള്ളവർക്കത് കൊടുക്കാറുണ്ട്, ഭക്ഷണമായി പ്രത്യേകമായി കൊടുക്കാറുണ്ട്. നവരാത്രി കാലത്ത്
വളരെ കൃത്യമായി ഉപവാസങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഈ മില്ലറ്റുകൾ, ഇന്ന് നമ്മൾ മില്ലറ്റുകളെന്ന് വിളിക്കുന്ന കുതിരവാലി, അതുപോലെ തന്നെ തിന തുടങ്ങിയിട്ടുള്ളതൊക്കെ കഴിക്കാനുള്ള ഒരു അനുവാദം കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഉപവാസം എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കുന്നതിനും ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവുണ്ടാവുന്നതിനും ഏകാഗ്രതയ്ക്കും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഉപവാസ സമയത്ത് ഈ ലഘുധാന്യങ്ങൾ കഴിക്കുന്നത് കുഴപ്പമില്ല എന്ന് നമ്മുടെ ആചാര്യന്മാർക്ക് അന്നറിയാമായിരുന്നു എന്നുള്ളതാണ്. ആദിവാസി സമൂഹങ്ങളിലൊക്കെ ഇപ്പോഴും വളരെ സമ്പന്നമായി ഈ ലഘുധാന്യങ്ങൾ അവരുടെ സമീകൃത ആഹാരമായും അവരുടെ പാനീയമായും, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാവും, കമ്പക്കൂൾ എന്ന് പറഞ്ഞിട്ട് മോരും പേൾ മില്ലറ്റും കൂടെ ചേർത്തിട്ടുള്ള ഇഞ്ചിയുമൊക്കെ ചേർത്തിട്ട് അരച്ച് ഒരു പാനീയമുണ്ട്. ശരീരത്തിന് ചൂടുണ്ടാവാതെ എത്രയോ സമയം നമുക്ക് തണുപ്പ് ലഭിക്കുന്ന തരത്തിലുള്ള പാനീയങ്ങൾ ഈ ലഘുധാന്യങ്ങളുമായി മില്ലറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നത്. അപ്പോൾ അത്തരത്തിൽ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും എല്ലാം ലഘുധാന്യങ്ങളുടെ ഒരു ഇടപെടൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് സാഹിത്യത്തിലേക്ക് വന്നാൽ, ഞാൻ അഭിജ്ഞാന ശാകുന്തളം പറഞ്ഞു, പുരന്ദരദാസൻ്റെ കന്നഡയിലുള്ള രേവതി രാഗത്തിലുള്ളതാണ്. റാഗി തന്തീരേ റാഗി തന്തീരേ റാഗി തന്തീരേ ഭിക്ഷക റാഗി തന്തീരേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീർത്തനം പുരന്ദരദാസൻ രചിച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് യോഗ്യറാഗി ഭോഗ്യറാഗി ഭാഗ്യവന്തറാഗി എന്നാണ് പറയുക. റാഗിയെ യോഗ്യമായിട്ടുള്ളതാണ്, ഭോഗ്യമായിട്ടുള്ളതാണ്, ഭാഗ്യവന്തറാഗി എന്ന നിലയിൽ ഒരു ധാന്യത്തെ ഒരു ജീവിതത്തിൻ്റെ ഒരു സംസ്കാരവുമായി എത്ര ഇഴചേർത്താണ് നമ്മുടെ പൂർവികർ കണ്ടിട്ടുള്ളത് എന്നത് ലഘുധാന്യങ്ങളുടെ ഒരു പ്രസക്തിയും പ്രാധാന്യവും അത് നമ്മുടെ സംസ്കൃതിയോട് എങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നും വ്യക്തമാക്കുന്നുണ്ട് എന്ന് കനകദാസൻ്റെ രാമധാന്യ ചരിത്രേ എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി. ഇനി 14-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ മദനപാല നിഘണ്ടുവിൽ ലഘുധാന്യങ്ങൾ വാതപിത്ത രോഗങ്ങൾക്ക് ഉത്തമമാണ്, അതൊരു ഔഷധമായി പറയപ്പെടുന്നുണ്ട്. മദനപാല നിഘണ്ടുവിൽ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ഈ മില്ലറ്റുകളുടെ കൃഷിരീതികളെക്കുറിച്ച്, ലഘുധാന്യങ്ങളുടെ കൃഷിരീതികളെക്കുറിച്ച്, അത് പാചകം ചെയ്യുന്ന രീതികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, കൗടില്യൻ പറയുന്നുണ്ട്. അതുപോലെ 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൽ ഈ സ്വർഗം എന്നുള്ളത് മില്ലറ്റ് കൃഷി ചെയ്തിരുന്നു എന്നൊരു പോർച്ചുഗീസ് സഞ്ചാരി എഴുതിയിട്ടുണ്ട്. ഇനി ചരക സംഹിതയിൽ യാവനാള എന്ന നിലയിൽ സ്വർഗം മില്ലറ്റിൻ്റെ പേര് അങ്ങനെ പറയുന്നുണ്ട്. ഇനി കേരളവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്താൽ കേരളത്തിൽ ചേർത്തലയിൽ മരുത്തോർ വട്ടവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സമീപത്ത് വെച്ച് വാഗ്ഭടൻ എഴുതി എന്ന് നാം കരുതുന്ന അഷ്ടാംഗഹൃദയം, കരുതുന്നതല്ല, അതൊരു ചരിത്ര വസ്തുതയാണ്. അഷ്ടാംഗഹൃദയത്തിൽ ലഘുധാന്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ദ്രവ്യഗുണവിജ്ഞാനം, അതിൻ്റെ ഈ വീരം, പാകം എന്നുള്ളതൊക്കെ കൃത്യമായി അവിടെ അഷ്ടാംഗഹൃദയത്തിൽ വാഗ്ഭടൻ പറയുന്നുണ്ട്. വിഷ്ണു പുരാണത്തിലേക്ക് വരുമ്പോൾ അവിടെ AD 4-ാം നൂറ്റാണ്ടിലാണ് ഗ്രാമൌഷധി ചെടികൾ എന്ന നിലയിൽ ഈ കുതിരവാലിയെക്കുറിച്ചും അതുപോലെ തിന തുടങ്ങിയിട്ടുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇബിൻ ബത്തൂത്ത, മൊറോക്കോയിൽ നിന്ന് ഇന്ത്യയിലെത്തിയിട്ടുള്ള സഞ്ചാരി, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഒരു കാലഘട്ടത്തിൽ കോഡോ മില്ലറ്റ്, വരക് മില്ലറ്റ് വളരെയേറെ കൃഷി ചെയ്യപ്പെടുകയും ആളുകൾ കഴിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് മുഗൾ ഭരണകാലമാവുമ്പോൾ 14-ാം നൂറ്റാണ്ട്, 16-ാം നൂറ്റാണ്ട്, ഏതാണ്ട് 17-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലും ഈ ലഘുധാന്യങ്ങൾ, ചെറുധാന്യങ്ങൾ വ്യാപകമായി കൃഷി ചെയ്തിരുന്നതായി നമുക്ക് കാണാം. ജഹാംഗീറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായി മില്ലറ്റ് കിച്ചടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള തസ്കി ജഹാംഗീറി എന്ന് പറയുന്നതിൽ ഈ ലഘുധാന്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ധാരാളം. പേള്, സ്വർഗം, കോഡോ, ബാണിയാട്, ഫിംഗർ മില്ലറ്റുകളൊക്കെ ആ കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്നു എന്നുള്ളതാണ് മുഗൾ ഭരണകാലഘട്ടത്തിൽ. പിന്നീട് ഇങ്ങോട്ട് നാം വരുമ്പോൾ ഇതിൻ്റെ ഒരു ട്രാൻസിഷൻ, ഇതിൻ്റെ ഒരു സമൂലമായിട്ടുള്ള ഒരു പരിവർത്തനം ഉണ്ടാവുന്നത് മറ്റേത് കാര്യത്തിലും നാം ചെന്നെത്തുന്നത് പോലെ തന്നെ ബ്രിട്ടീഷ് കടന്നുവരവോടുകൂടിയാണ്. ബ്രിട്ടീഷ് കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കോളനികളെ സ്വന്തം താല്പര്യങ്ങൾക്കായി, ചൂഷണത്തിനായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു അത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ കണക്കെടുപ്പുകളൊക്കെ കാലങ്ങളിൽ നമ്മുടെ ആചാര്യന്മാരും പണ്ഡിതരായ ധാരാളം ആളുകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കടമൊക്കെ തീർക്കാൻ അവർക്കിന്ന് സാധിക്കില്ല എന്ന് കൃത്യമായി ഈ കാലഘട്ടത്തിലെ നമ്മുടെ അതുമായി ബന്ധപ്പെട്ട പണ്ഡിതരൊക്കെ പറഞ്ഞ് നാം ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ ബ്രിട്ടീഷ് ശൈലി എന്നുള്ളത് നമുക്കറിയാം.
അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ശൈലി എന്നുള്ളത് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൃഷിയിലും അവർ ആ തരത്തിലുള്ള അവരുടേതായിട്ടുള്ള ഒരു കച്ചവട കണ്ണോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ തികച്ചും സ്വാർത്ഥപരമായിട്ടുള്ള ഒരു ഇടപെടലാണ് അവർ നടത്തിയത്. കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്തു വന്നത് 3500 വർഷങ്ങൾക്കപ്പുറത്തുള്ള നമ്മുടെ തനത് കാർഷിക സംസ്കൃതിയെക്കുറിച്ചാണ്. എന്നാൽ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ കാർഷിക സംസ്കൃതിയെ അട്ടിമറിക്കുകയും നമ്മുടെ തനത് ഭക്ഷ്യവിളകളെയൊക്കെ തകർത്തെറിയുകയും ചെയ്തു എന്നുള്ളതാണ്. അവർക്ക് പ്രധാനമായിട്ടുള്ളത് നാണ്യവിളകൾ അവർക്ക് പ്രയോജനമുള്ളത് എന്നതായിരുന്നു. നമുക്കറിയാം സുഗന്ധദ്രവ്യങ്ങൾ ധാരാളമായിട്ട് നീലം കൃഷി, പരുത്തി, ചണം എന്നുള്ളത്, തേയില, കരിമ്പ്, ഒപ്പിയം, അതുപോലെ തന്നെ അരിയും ഗോതമ്പും ഒക്കെ അവർക്ക് വളരെ പ്രധാനമായിട്ടുള്ളതായിരുന്നു. നമുക്കറിയാമല്ലോ 1917 മഹാത്മജി നടത്തിയിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹ എന്നുള്ളത് ബ്രിട്ടീഷുകാരൻ്റെ കർഷകരോട് ചെയ്തിട്ടുള്ള വലിയ അധിനിവേശം. മണ്ണിൽ ഏത് വിള കൃഷി ചെയ്യണമെന്ന് ഭാരതത്തിലെ കർഷകന് അവകാശമുണ്ടായിരുന്നില്ല, അത് ബ്രിട്ടീഷുകാരൻ തീരുമാനിക്കുമായിരുന്നു. അതിനെതിരെ ബീഹാറിലെ ചമ്പാരനിൽ മഹാത്മജിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹം നമുക്കറിയാം. ഇൻഡിഗോ നീലം കൃഷിയുമായി ബന്ധപ്പെട്ടാണ് അത് അന്ന് മഹാത്മജി നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ബ്രിട്ടീഷ് കാലഘട്ടം വരുമ്പോൾ നമ്മുടെ കാർഷിക സംസ്കൃതിയിൽ, നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും തനത് സംസ്കൃതികളെല്ലാം വലിയ തോതിൽ മാറ്റപ്പെടുകയും തൂത്തെറിയപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ലഘുധാന്യങ്ങൾക്കും ആ ഒരു പിന്നോക്കം പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ തീൻമേശകളിൽ, നമ്മുടെ ആഘോഷങ്ങളിൽ, നമ്മുടെ ഉത്സവങ്ങളിൽ ആചാരമായി അല്ലെങ്കിൽ നമ്മുടെ ഔഷധമായി, ഒരു സമീകൃത ആഹാരമായി, ഒരു സ്റ്റേപ്പിൾ ഫുഡായി ഒക്കെ നാം മനസ്സിലാക്കി വച്ചിരുന്ന ഈ ലഘുധാന്യങ്ങൾ പിന്നോക്കം പോവുകയും പ്രധാനമായി അരിയും ഗോതമ്പും കടന്നു വരികയും ചെയ്തു. എനിക്ക് തോന്നുന്നില്ല അതിനു മുമ്പ് മലയാളിക്ക് ഈ അമേരിക്കൻ മാവ് എന്നുള്ളത് പരിചയമുണ്ടായിരുന്നില്ല. റവ എന്നുള്ളതൊന്നും നമുക്കതിനു മുമ്പ് പരിചയമായിരുന്നില്ല. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് കൊണ്ടുവരിക, അരി, അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അത്തരത്തിലൊരു വലിയ മാറ്റം ബ്രിട്ടീഷുകാരുടെ ഈ വൈദേശിക ആധിപത്യവുമായി ബന്ധപ്പെട്ടുണ്ടായി. അത് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 17-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള ഭാരതത്തിൻ്റെ ഭക്ഷ്യ ഉൽപ്പാദനത്തെ നാം ഒന്ന് പഠിച്ചാൽ നമ്മുടെ ഭക്ഷ്യ ഉൽപ്പാദനം ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. 17-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെ ഗണ്യമായി നമ്മുടെ ഭക്ഷ്യവിളകളുടെ കൃഷി മാറുകയും ആ ട്രാൻസിഷൻ ഫ്രം ഫുഡ് ക്രോപ്പ് ടു ക്യാഷ് ക്രോപ്പ് ഫ്രം ഫുഡ് ക്രോപ്പ് എന്നുള്ളത് ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക് വല്ലാതെ നമ്മുടെ കാർഷിക സംസ്കൃതി മാറി എന്നുള്ളത് ഈ ഭക്ഷ്യ ഉൽപ്പാദനത്തിൻ്റെ കുറവ് കാണിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ഗ്രീൻ റവല്യൂഷൻ എന്നുള്ളത് വന്നു. അപ്പോൾ ഭക്ഷ്യ സുരക്ഷിതത്വം എന്നുള്ളതിന് കൂടുതൽ അന്ന് നമ്മുടെ ഭരണകർത്താക്കളും ശാസ്ത്രലോകവുമൊക്കെ ശ്രദ്ധ പതിപ്പിച്ചത് അരിയും ഗോതമ്പുമൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അത് പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ വലിയ തോതിൽ സബ്സിഡി കൊടുത്തുകൊണ്ട് അരിയും ഗോതമ്പും പ്രചാരമാവുകയും അങ്ങനെ ഒരു പരിധിവരെ നമ്മുടെ ഭക്ഷ്യ സുരക്ഷിതത്വം ഭാരതം നേടുകയും ചെയ്തു. അതൊക്കെ ചരിത്രമായിട്ടുള്ളതാണ്. അപ്പോഴും അരിയും ഗോതമ്പും ഒരു എലൈറ്റ് ഗ്രൂപ്പിൻ്റെ, ഒരു ഉന്നത വരേണ്യവർഗത്തിൻ്റെ ഭക്ഷണവും ലഘുധാന്യങ്ങൾ എന്നുള്ളത് പൂർ മാൻസ് ഫുഡ് എന്ന നിലയിൽ വനവാസിയും ആദിവാസിക്കുമുള്ളതാണ് എന്ന് കരുതപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെ ഈ ലഘുധാന്യങ്ങൾ പിന്നോക്കം പോയിട്ടുണ്ട് എന്ന് കേരളം വളരെയധികം അക്കാര്യത്തിൽ പിന്നോക്കം പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ മറ്റ് പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടകം തുടങ്ങിയിട്ടുള്ളതൊക്കെ, ഈ മഹാരാഷ്ട്ര, ബീഹാർ ഒക്കെ ഈ ലഘുധാന്യങ്ങളെ അവരുടെ പ്രധാനപ്പെട്ട ആഹാരമായി ഈ കാലഘട്ടത്തിലും അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള അവരുടെ ഈ ഭക്ഷ്യ സംസ്കൃതിയെ അവരൊരു പരിധിവരെ കൈമോശം വരാതെ കാത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കർണാടകയിൽ റാഗി എന്ന് പറയുന്നത് നമുക്കറിയാം. ഏതുമായി ബന്ധപ്പെട്ടും അവർ റാഗിയെ പറയുന്നത് കിങ് ഓഫ് കാൽസ്യം എന്നാണ് റാഗിയെക്കുറിച്ച് പറയുക. അപ്പോൾ റാഗി കർണാടകത്തിൽ വളരെ പരിചിതമായി, അവർക്ക് ധാരാളം റാഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഭവങ്ങളുണ്ട്. മഹാരാഷ്ട്രയിൽ ഭാക്രി, ചോളം എന്നുള്ളതാണ്. ബീഹാറിലാണെങ്കിൽ സത്ത് എന്നുള്ളതാണ് മൾട്ടിഗ്രെയിൻ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1900 ബ്രിട്ടീഷുകാരുടെ ഒരു കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുമ്പോഴും ഈ പൊതുവിൽ ലഘുധാന്യങ്ങൾ പിന്നോക്കം പോയി എന്ന് നാം മനസ്സിലാക്കണം.
പക്ഷേ ചില ഇടങ്ങളിലെങ്കിലും ഈ ലഘുധാന്യങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ മനസ്സിലാക്കുകയും അത് അവരുടെ തീൻമേശകളിൽ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണമായി അവർ നിലനിർത്തുകയും ചെയ്തു എന്നാണ്. പിന്നീട് ഇതിനൊരു വലിയ മാറ്റം ഉണ്ടാവുന്നത് ലോകാരോഗ്യ സംഘടന, അതുപോലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, ICMR തുടങ്ങിയിട്ടുള്ള സംഘടനകളൊക്കെ ഭക്ഷണവും ആരോഗ്യവും, എൻ്റെ വിഷയം അതാണല്ലോ, ഭക്ഷണവും ആരോഗ്യവും എന്നതിനെക്കുറിച്ചുള്ള ധാരാളം പഠന റിപ്പോർട്ടുകൾ വെളിച്ചത്ത് വന്നു. അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് പരിചിതമല്ലാത്ത ധാരാളം രോഗങ്ങൾ, അതിൻ്റെ ഒരു കുത്തൊഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. കൊറോണ എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലുള്ള രോഗങ്ങളുടെ ഒരു കടന്നുവരവ്, സുനാമി പോലെ രോഗങ്ങൾ കടന്നു വരുന്നു. അതുകൊണ്ട് എൻ്റെ ഗുരുനാഥൻ ശ്രീ KV ദയാൽ സാർ, അദ്ദേഹം പറയും, രോഗങ്ങളെക്കുറിച്ച് പഠിപ്പിക്കരുത്, ചിന്തിക്കരുത് എന്നാണ്. കാരണം അത് ഒത്തിരിയുണ്ട്, എണ്ണമറ്റ രോഗങ്ങളുണ്ട്. എളുപ്പം ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കാനാണ്. കാരണം ഒരു കാര്യം പഠിച്ചാൽ മതി, ആരോഗ്യം എന്നുള്ളത് പഠിച്ചാൽ മതി എന്ന് ദയാൽ സാർ പറയുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ രോഗങ്ങളുടെ ഒരു കടന്നുവരവ്, നമ്മുടെ പുതിയ ഭക്ഷണ രീതികൾ, അതൊക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. അതല്ല എൻ്റെ വിഷയം എന്നതുകൊണ്ട് ഞാനൊന്ന് സ്പർശിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പോഷകസമൃദ്ധമായിട്ട് വൈവിധ്യപൂർണമായിട്ടുള്ള നമ്മുടെ തനത് സംസ്കൃതിയോട് ചേർന്നു നിന്നിരുന്ന നമ്മുടെ പരമ്പരാഗതമായ ഭക്ഷ്യ സംസ്കൃതി മാറ്റം വന്നപ്പോൾ, പുതിയ തരത്തിലുള്ള ഭക്ഷണശീലങ്ങൾ കടന്നു വന്നപ്പോൾ ഇതെല്ലാം രോഗഭീതിക്കുള്ള വാതിലുകൾ തുറക്കപ്പെട്ടു എന്ന് നാം അറിയേണ്ടതുണ്ട്. ഭക്ഷണവും ആരോഗ്യവും എന്നുള്ളത് ഇത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ലോകവ്യാപകമായി നടക്കുകയും അതിൻ്റെയൊക്കെ ഫലമായി ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ ഇന്നിപ്പോൾ ശാസ്ത്രലോകം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭാരതത്തെക്കുറിച്ച് പറയുന്നു, 74% ആളുകൾ ഗുണമേന്മയില്ലാത്ത ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നാണ് ഭാരതത്തെക്കുറിച്ച് പറയപ്പെടുന്നത്. ICMRൻ്റെ പഠനമാണ്. ജീവിതശൈലി രോഗങ്ങൾ ഏതാണ്ട് 20 വർഷങ്ങൾ കൊണ്ട് 50% വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്, ഇരട്ടിയായിരിക്കുന്നു എന്നാണ്. അപ്പോൾ അത് അത്ര ചെറിയ കാര്യമല്ല. നമ്മുടെ ഭരണകർത്താക്കളും അതുപോലെ പോളിസി മേക്കേഴ്സ്, ശാസ്ത്രലോകവുമൊക്കെ വളരെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മേഖലയാണ് അത് എന്ന് നമുക്ക് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ലഘുധാന്യങ്ങൾ, അതിൻ്റെ പ്രാധാന്യമൊക്കെ ഇന്ന് ഈ അരിയുടെയും ഗോതമ്പിൻ്റെയും ഒക്കെ പ്രതിസന്ധികൾ, അതുണ്ടാക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ശാസ്ത്രലോകം മുന്നോട്ട് വെച്ചപ്പോൾ നാം ഇന്ന് ലഘുധാന്യങ്ങളെ കുറച്ചൊക്കെ സ്നേഹത്തോടുകൂടി, അസുഖമൊക്കെ ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഇതാവാം, ഇനി മറ്റൊരു മാർഗമില്ലെങ്കിൽ ലഘുധാന്യം, അങ്ങനെ നമ്മൾ പറയുമല്ലോ, ഒറ്റമൂലികളെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു കാഴ്ചപ്പാട് നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഷുഗറാണ്, പ്രമേഹമുണ്ട്, എന്നാൽ പിന്നെ ഇനി ചെറുധാന്യങ്ങളിലേക്ക് ലഘുധാന്യങ്ങൾ, അരിയും ഗോതമ്പും കഴിക്കാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ ഇപ്പോൾ പ്രഷർ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലഘുധാന്യങ്ങളുടെ പ്രാധാന്യം ഇന്ന് പുതിയ കാലഘട്ടത്തിൽ വളരെ ശക്തമായി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ലഘുധാന്യങ്ങൾ, ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? ഞാൻ നമ്മുടെ ചരിത്രാതീത കാലം മുതൽ ആ ലഘുധാന്യങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. വളരെ പ്രധാനമായി പറയപ്പെടുന്നത് തിന, ചാമ, കുതിരവാലി, റാഗി, വരക് തുടങ്ങിയിട്ടുള്ളതാണ്. ഇനി ബ്രൗൺ ടോപ്പ് തുടങ്ങിയിട്ടുള്ള ഇനങ്ങൾ കൂടിയുണ്ട്. എന്നാലും സുപരിചിതമായി നമ്മുടെ ഒരു ഭക്ഷണ സംസ്കൃതിയിൽ നിലനിന്നിരുന്ന ലഘുധാന്യങ്ങൾ ഇവയൊക്കെയാണ് എന്ന്. എന്നാൽ ഈ അരിയും ഗോതമ്പിനേക്കാളൊക്കെ ഇത് ശ്രേഷ്ഠത കുറവുള്ളതാണ് എന്ന ഒരു പൊതുധാരണ, ഒരു തെറ്റായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ ഇന്നത് തിരിച്ചറിയുന്നു, ലഘുധാന്യങ്ങൾ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിയുന്നു. ഏറ്റവും പ്രധാനമായി ലഘുധാന്യങ്ങളെക്കുറിച്ച് നമുക്കതിൻ്റെ ഒരു സവിശേഷതകളെക്കുറിച്ചൊന്ന് നോക്കിയാൽ, പൊതുവായി നാം ഒന്ന് നോക്കിയാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഗ്ലൂട്ടൻ രഹിത ഭക്ഷണമാണ് എന്നുള്ളത് നാം ഒന്നറിയണം. ഇന്ന് ഈ ഗ്ലൂട്ടൻ അലർജി വളരെ കൂടുതലുള്ള ഒരു കാലഘട്ടമാണ്. ധാരാളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളിൽ ഇന്ന് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഗ്ലൂട്ടൻ രഹിതമായിട്ടുള്ള ഒന്ന് എന്ന് നാം കണ്ടെത്തിയിട്ടുണ്ട് ലഘുധാന്യങ്ങൾ. അതുപോലെ ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് എന്നുള്ളത്. അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് ഈ കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ ആഹാരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ബ്ലഡ് ഗ്ലൂക്കോസായി ഏറ്റവും പെട്ടെന്ന് മാറുന്നു ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ.
അതിൻ്റെ ഒരു ന്യൂമറിക്കൽ ഒരു സിസ്റ്റമാണ്, അതിനെ റാങ്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എപ്രകാരമാണ്, ഏത് വേഗതയിലാണ് ഗ്ലൂക്കോസായി മാറുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സിനെ കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അരിയും ഗോതമ്പിനേക്കാളും വളരെ ചെറിയ അളവിലാണ് ഈ മില്ലറ്റുകളിൽ നിന്ന് ഷുഗറായി മാറുക എന്നുള്ളതാണ്, ഗ്ലൂക്കോസായി മാറുക. അപ്പോൾ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് ഈ മില്ലറ്റുകൾക്ക് എന്നുള്ളത്. അതിൻ്റെയൊക്കെ ഒരു പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അരിയും ഗോതമ്പും ഒക്കെ ഏതാണ്ട് 70, 72, 90 വരെയുള്ള ഒരു റേഞ്ചിലാണ്, ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സിലാണ് പറയപ്പെടുക. എന്നാൽ മില്ലറ്റുകൾ പൊതുവേ നോക്കിയാൽ 40 മുതൽ 50 വരെയുള്ള ഒരു ഗ്ലൈസിമിക് ഇൻഡെക്സാണ്. അപ്പോൾ മില്ലറ്റുകൾ കഴിക്കുന്ന ആളിനെ സംബന്ധിച്ച് അതിൽ നിന്ന് ഈ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസായി മാറുക എന്നുള്ളത് വളരെ പരിമിതമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഷുഗർ ഡയബറ്റിക്സ് ഉള്ള ആളുകളൊക്കെ മില്ലറ്റ് കഴിച്ചാൽ ഷുഗർ വർദ്ധിക്കില്ല എന്ന് പറയപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് നമ്മുടെ ഈ ലഘുധാന്യങ്ങളിൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ഉയർന്ന ഫൈബർ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലായി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയയ്ക്കൊക്കെ ഇത് വല്ലാതെ സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞു, ഈ പ്രമേഹം എന്നുള്ളത് അല്ലെങ്കിൽ വെയ്റ്റ് മാനേജ്മെൻറ്റ്, ഒബിസിറ്റി എന്നുള്ളതുമായി ബന്ധപ്പെട്ട് എനിക്ക് ധാരാളം ഇതുമായി ബന്ധപ്പെട്ട് ദയാൽ സാറിൻ്റെ ഒരു സനാതന ധർമ്മ ഒരു ആരോഗ്യ പദ്ധതിയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ തന്നെ ധാരാളം ആളുകളെ ഈ ഒബിസിറ്റിയുമായി ബന്ധപ്പെട്ട് മില്ലറ്റിലേക്ക് മാറിയപ്പോൾ അവരുടെ ഈ അമിതവണ്ണം എന്നുള്ളത് ഒഴിവായിട്ടുള്ളത് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രമേഹം എന്നുള്ളത് കൺട്രോൾഡ് ആവുകയും മരുന്ന് വേണ്ടാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ്. അതുപോലെ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യം, കാർഡിയോ വാസ്കുലാർ ഹെൽത്ത് സംരക്ഷിക്കുന്നതിൽ മില്ലറ്റുകൾക്ക് അതൊക്കെ വളരെ വിശദമായി നമുക്ക് ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ചുരുങ്ങിയ ഒരു സമയത്തിൽ പ്രതിപാദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞു പോകുന്നത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഹൃദയത്തിൻ്റെ ഒരു ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വളരെ കൃത്യമായി ഇപ്പോൾ ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കുക ഞാൻ ആദ്യം പറഞ്ഞു. അതുപോലെ വെയ്റ്റ് ലോസ്, അമിതവണ്ണം എന്നുള്ളത്, ഡൈജസ്റ്റീവ് ഹെൽത്തിനെ വളരെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ ഹൃദയത്തിൻ്റെത് ഗ്ലൂട്ടൻ ഫ്രീ, അതുപോലെ ഇമ്മ്യൂണിറ്റി വല്ലാതെ വർദ്ധിക്കുമെന്നുള്ളതാണ്, പ്രതിരോധശേഷി വല്ലാതെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. പ്രധാനമായിട്ടുള്ളത് റാഗി തന്നെയാണ് അവിടെ കിട്ടും. കർണാടകത്തിലെ അവരുടെ ഈ റാഗിയുടെ ഒരു പ്രാധാന്യം അതാണെന്ന് എനിക്ക് തോന്നുന്നു. അവരത് ബോധ്യപ്പെട്ടിട്ടാണ് എന്ന് തോന്നുന്നു. അയണും സിങ്കും വൈറ്റമിൻസും ഒക്കെ ധാരാളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇമ്മ്യൂണിറ്റി എന്നുള്ളത്. അതുപോലെ റാഗി ഞാൻ നേരത്തെ പറഞ്ഞു കാൽസ്യത്തിൻ്റെ കിങ്ങാണ്, രാജാവാണെന്ന്. അപ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യം, ഇന്ന് ഈ മുട്ട് തേയ്മാനം, എല്ലുകളുടെ തേയ്മാനം എന്നുള്ളത് ശരീരം മറ്റു ചില അബ്നോർമാലിറ്റീസിൽ നിന്ന് ശരീരം നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലുകളിൽ നിന്ന് കാൽസ്യം എടുത്തു കൊണ്ടുപോകുന്നതാണ്, കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ടൊക്കെ അതൊക്കെ പഠനങ്ങളുണ്ട്. അപ്പോൾ ആ കാൽസ്യം എല്ലുകളിൽ നിന്ന് പോകുമ്പോഴാണ് തേയ്മാനം ഉണ്ടാവുന്നതും വേദനകളും ഒക്കെ ഉണ്ടാവുന്നതും. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ ഇന്ന് വളരെ പനിക്ക് മരുന്ന് മേടിക്കുന്നത് പോലെ ലളിതമായി ധാരാളം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എന്ന്. അപ്പോൾ ഇത്തരത്തിലൊക്കെ കാൽസ്യം എന്നുള്ളത് ഈ എല്ലുകളെയും പല്ലുകളെയും ഒക്കെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം ഈ മില്ലറ്റുകൾക്ക്, അതാണ് ഇമ്മ്യൂണിറ്റിയെ കൂടുതലായി നൽകുന്നത്. അതുപോലെ നമ്മുടെ തൊലിയുടെ സുരക്ഷിതത്വം എന്നുള്ളത്, സ്കിന്നിന്, അതുപോലെ തലമുടിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ മില്ലറ്റുകളുടെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു പിന്തുണ നമുക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഈ മില്ലറ്റുകൾ എന്താ ഈ അസുഖങ്ങൾക്കെല്ലാം ഒരു ഒറ്റമൂലി, അങ്ങനല്ല, ഒറ്റമൂലി എന്നുള്ളതല്ല, കൂടുതൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള നിലനിൽക്കുന്ന ഒരു ആരോഗ്യവും ആനന്ദവും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നതിന് ലഘുധാന്യങ്ങൾ ഗുണകരമാണ് എന്നാണ് നമുക്കതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുക. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ സവിശേഷതയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ലഘുധാന്യങ്ങൾ പിന്നോക്കം പോയിട്ടുള്ളത് എന്നുകൂടി നാം ഒന്ന് അറിയേണ്ടതുണ്ട്. ഈ പ്രധാനമായി നമുക്കറിയാം, ഇതൊക്കെ നമ്മുടെ ആയുർവേദത്തിലൊക്കെ കുധാന്യങ്ങൾ എന്ന നിലയിൽ പറയപ്പെട്ടിട്ടുണ്ട്. വളരെയധികം രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിന് ലഘുധാന്യങ്ങളെക്കുറിച്ച് ശ്യാമധാന്യങ്ങൾ എന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റ് ധാന്യങ്ങളെപ്പോലെ ഇത് എളുപ്പം കഴിക്കാൻ പറ്റില്ല.
അത് ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ ഒരു പാചക രീതികൾ അത്ര സുപരിചിതമല്ല പുതിയ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഈ ലഘുധാന്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്ര ലഭ്യമല്ല. ഇപ്പോഴൊക്കെയാണ് നമ്മുടെ കടകളിലൊക്കെ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് വളരെ ചെറുതാണ്, ഈ ലഘുധാന്യങ്ങൾ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഇതിന് എന്താ പറയുക, ഇത് വിള കൃഷി ചെയ്യുമ്പോൾ ഇതിന് ജലം വളരെ കുറച്ച് മതി. ഏതാണ്ട് 200 ലിറ്റർ ഒക്കെ ജലമേ ഇതിനാവശ്യമുള്ളൂ. ഇത് 40 ദിവസം മുതൽ 60 ദിവസം വരെ കൊണ്ട് വിളവെടുക്കുന്നതാണ്. നെല്ലൊക്കെ 2000 ലിറ്റർ ഒക്കെ വെള്ളം എടുക്കുമ്പോൾ ഇത് 200 ലിറ്ററൊക്കെ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് 8 മണിക്കൂർ ജലത്തിൽ കുതിർത്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ ആവാം ഒരുപക്ഷെ ആളുകൾക്ക്. ഇതിൻ്റെ വൈവിധ്യം ഇല്ല, അല്ലെങ്കിൽ ഇത് കൂടുതൽ സമയം പാചകവുമായി ബന്ധപ്പെട്ട് വേണം, രുചിയുമായി ബന്ധപ്പെട്ട് അത്ര നമുക്ക് പുതിയ ഉൽപ്പന്നങ്ങളില്ല എന്നതൊക്കെ ആവാം ഒരുപക്ഷെ ഇതിൽ നിന്ന് ആളുകൾ പിന്നോക്കം പോയിട്ടുള്ളത്. എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിൽ യുണൈറ്റഡ് നേഷൻസും ഇന്ത്യയും 2023 ഇൻ്റർനാഷണൽ മില്ലറ്റ് ഇയർ എന്ന നിലയിൽ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്തപ്പോൾ ഒരു അവയർനെസ്, ഒരു അവബോധം നമ്മുടെ ആളുകളിലേക്ക് വന്നു. അതിനോടൊപ്പം തന്നെ പാരലായി ഈ ജീവിതശൈലി രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ക്യാൻസർ അടക്കമുള്ള, ക്യാൻസർ എന്ന് പറയുന്നത് സെൽ ഡീജനറേഷനാണ്, സെൽ റീജനറേറ്റ് ചെയ്യപ്പെടാൻ പറ്റും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികൾ നിറഞ്ഞിട്ടുള്ള ഈ രോഗങ്ങളുടെ കടന്നുവരവൊക്കെ ഈ ലഘുധാന്യങ്ങളിലേക്ക് ആളുകൾ ഒന്ന് ശ്രദ്ധ മാറിയിട്ടുണ്ട്. അതുപോലെ ഇതിനെ ഈ ധാന്യത്തെക്കുറിച്ച് പറയുന്നത് ക്ലൈമാറ്റിക് റീസൈലിയൻ്റ് ക്രോപ്സ് എന്നാണ് പറയുന്നത്. ഇത് കാലാവസ്ഥ എത്ര മോശമായാലും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് അതിനെ പ്രതിരോധിക്കാൻ കരുത്തുള്ള വിളകൾ എന്നാണ് ലഘുധാന്യങ്ങളെക്കുറിച്ച് പറയുക. ഇപ്പോൾ ഒട്ടും വളക്കൂറില്ലാത്ത ഇടത്തു പോലും എവിടെയും കൃഷി ചെയ്യാം എന്നുള്ളതാണ്. വെള്ളം ആവശ്യമില്ല, വളമധികം ആവശ്യമില്ല, വളരെ ചെറിയൊരു കാലഘട്ടത്തിൽ തന്നെ നമുക്കിത് വിളവെടുക്കാവുന്നതാണ് എന്നതുകൊണ്ട് തന്നെ എവിടെയും നമുക്കിതിനെ കൃഷി ചെയ്യാവുന്ന, കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഒരു വിള എന്ന നിലയിലാണ് ലഘുധാന്യങ്ങളെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ മാത്രമല്ല, ലോക ഭക്ഷ്യ സുരക്ഷിതത്വത്തിന് ആശ്രയിക്കാവുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായ വിളകളായി നമുക്ക് ലഘുധാന്യങ്ങളെ കാണാൻ പറ്റും എന്നുള്ളത്. കേരളത്തിൻ്റെ പ്രത്യേകമായ ഒരു സാഹചര്യത്തെ ഒന്ന് ചർച്ച ചെയ്യാൻ ഞാൻ ഈ സമയം ഒന്ന് വിനിയോഗിക്കുകയാണ്. മലയാളികൾ ഈ ലഘുധാന്യങ്ങൾ എങ്ങനെയാണ് അവരുടെ ഒരു ഇടപെടൽ എന്ന് നമുക്കൊന്ന് നോക്കിയാൽ, സ്ഥലപ്പേരുകളിലും വീട്ടുപേരുകളിലുമൊക്കെയാണ് ഇന്ന് ലഘുധാന്യങ്ങൾ അതിൻ്റെ സാന്നിധ്യമുള്ളത് എന്നാണ്. ഇപ്പോൾ എൻ്റെ നാട് കടുത്തുരുത്തി എന്ന് പറയുന്നതാണ്, ചാമക്കാലായിൽ എന്ന് പറയുന്നതുണ്ട്, സ്ഥലമുണ്ട്. അങ്ങനെ ധാരാളം വീട്ടുപേരുകൾ ഉണ്ട്, സ്ഥലപ്പേരുകളുണ്ട്. അതിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ചില ഇടങ്ങളിലൊക്കെ ചില ആഘോഷങ്ങൾ ലഘുധാന്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലാതെ നാം വല്ലാതെ പിന്നോക്കം പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒരു കടന്നുവരവിൽ എനിക്ക് തോന്നുന്നു നമുക്കിത്രയും ഒരു ഈ സമുദ്രതീരം പടിഞ്ഞാറ് നിന്ന് ഏറ്റവും കൂടുതൽ കിഴക്കോട്ട് വന്നിട്ടുള്ളത് കേരളവുമായി ബന്ധപ്പെട്ടാവാം എന്നതുകൊണ്ടാവാം അതിൻ്റെ ഒരു സ്വാധീനം നമുക്ക് വല്ലാതെ ഉണ്ടാവുകയും നമ്മുടെ ഭക്ഷണ സംസ്കാരം വല്ലാതെ മാറ്റിമറിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രീൻ റവല്യൂഷനും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള അരിയും ഗോതമ്പും ഒക്കെ കിട്ടിയപ്പോൾ നാം ഈ തീൻമേശകളിൽ നിന്ന്, നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഈ ലഘുധാന്യങ്ങളെ ഒഴിവാക്കി എന്നുള്ളതാണ്. എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ലഘുധാന്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെയധികം പഠനങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ധാരാളം അറിവുകൾ ഇന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയും ലഘുധാന്യങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇത് അസുഖമുള്ളവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഒരു സമീകൃതമായ ഒരു ആഹാരമായി, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരു എന്താ പറയുക, സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുമല്ലോ, എ പേഴ്സൺ വിത്ത് ആൻ ഇക്വാനിമസ് മൈൻഡ് എന്ന് പറയും. അപ്പോൾ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ഒരു സന്തുലിതമായി നിർത്തുന്നതിന് ഭക്ഷണം എത്രമാത്രം സ്വാധീനമുണ്ടെന്ന് നമുക്കറിയാം. എ മാൻ ഈസ് വാട്ട് ഹി ഈറ്റ്സ് എന്നാണ്. കഴിക്കുന്നതാണ് നാം. നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ സത്വം എന്നുള്ളത്, നമ്മുടെ സ്വഭാവം എന്നുള്ളത്. അപ്പോൾ ആഹാരശുദ്ധി സ്വത്വശുദ്ധി എന്നാണല്ലോ പറയുക. അപ്പോൾ ഭക്ഷണം അത്തരത്തിൽ ശുദ്ധമായിട്ടുള്ളതാണ്. ഇത് ലഘുധാന്യങ്ങൾ കൊള്ളാം എന്നൊരു പുതിയ ഒരു അറിവ് പുതിയ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ പൂർവികരാൽ ഭക്ഷണം എന്നുള്ളത് എന്തായിരുന്നു എന്ന് നാം അറിയേണ്ടത്. ഭക്ഷണം എന്നുള്ളത് ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ്,
അല്ലെങ്കിൽ ഒരു എനർജിക്ക് വേണ്ടിയിട്ടുള്ളത് എന്നതിനപ്പുറം അതൊരു സ്പിരിച്വൽ ഗോത്ത്, ഒരു ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് കൂടിയിട്ട് ഭക്ഷണത്തെ കണ്ടിരുന്നവരായിരുന്നു ഭാരതീയർ എന്നുള്ളതാണ്. നമ്മുടെ സംസ്കൃതി അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് നാം പറഞ്ഞിരുന്നത് നമ്മുടെ സങ്കല്പം അത്തരത്തിലുള്ളതായിരുന്നു, അന്നം ബ്രഹ്മ എന്നായിരുന്നു. അതിനപ്പുറത്ത് മറ്റൊന്നും നമുക്ക് അന്നത്തെക്കുറിച്ച് പറയാനില്ല എന്നതാണ്. അന്നമാണ് ബ്രഹ്മം എന്നുള്ളതാണ്. വിധിച്ച അന്നം, ഏതാണ് നമ്മുടെ വിധിച്ച അന്നം എന്നൊരു അന്വേഷണം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായി പ്രബലമായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മുൻനിര ഒരു ആചാര്യനായി നിൽക്കുന്ന ആളാണ് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശ്രീ KV ദയാൽ എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥം എന്നുള്ളൊരു കോഴ്സുണ്ട്. ഞാൻ ആ കോഴ്സ് ചെയ്ത ആളാണ്. കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിൽ ഇന്ന് ആ വാനപ്രസ്ഥം കോഴ്സുകൾ വളരെ വിപുലമായി സംഘടിപ്പിക്കപ്പെടുകയും ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം നൽകുന്ന അറിവുകൾ അത്തരത്തിൽ ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം അതുപോലെ ഓൺലൈനിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷമായി നേരിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഏതാണ് നിങ്ങളുടെ വിധിച്ച അന്നം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി ആ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യവുമായി ചേർത്ത് വെക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം ആനന്ദലോക സൃഷ്ടി എന്നുള്ളതാണ്. അപ്പോൾ അന്നത്താൽ ആനന്ദം, അന്നം ബ്രഹ്മമാവുമ്പോഴാണ് ആനന്ദമുണ്ടാവുക എന്ന ഒരു സങ്കല്പത്തിലാണ് അദ്ദേഹം ആ ക്ലാസ്സിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ഇന്ന് നാം കഴിക്കുന്നത് അൺനാച്ചുറൽ കാർബോഹൈഡ്രേറ്റും അൺനാച്ചുറലായിട്ടുള്ള പ്രോട്ടീനും അൺനാച്ചുറലായിട്ടുള്ള ഫാറ്റുമാണ് എന്നുള്ളത്. അപ്പോൾ ഈ മൂന്നിനും നാച്ചുറലായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ക്ലാസ്സുകളുടെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ അവിടെ അന്നം എന്നുള്ളത് മോശമാവുമ്പോൾ, വിധിച്ച അന്നമല്ല നാം കഴിക്കുന്നത് എങ്കിൽ അന്നം വിഷമായി മാറുകയാണ്. അന്നമയ കോശമാണ് മനോമയ കോശമായി മാറുന്നത്, പ്രാണമയ കോശമായി മാറുന്നത്, ആനന്ദമയ കോശമായി മാറുന്നത്, വിജ്ഞാനമയ കോശമായി മാറുന്നത് എന്നതുകൊണ്ട് അന്നമാണ് ആനന്ദത്തിൻ്റെ എല്ലാം. അതുകൊണ്ട് ഇന്ന് നമുക്ക് വന്നിട്ടുള്ള എല്ലാ കെടുതികളുടെയും എല്ലാ ദുരന്തങ്ങളുടെയും എല്ലാ ദുരിതങ്ങളുടെയും എല്ലാം അടിസ്ഥാന കാരണം എന്നുള്ളത് വിധിച്ച അന്നമല്ല നാം എടുക്കുന്നത് എന്നതാണ്. അപ്പോൾ അവിടെയാണ് ലഘുധാന്യങ്ങൾ വിധിച്ച അന്നമാണോ എന്ന് ചോദിച്ചാൽ വിധിച്ച അന്നത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ കൂടുതൽ ചേർത്തു നിർത്തുന്നത് ലഘുധാന്യങ്ങളാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഫ്രൂട്ട്സാണ്, നമ്മുടെ പഴങ്ങളാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഭക്ഷണം എന്ന് പറയും. ദയാൽ സാറ് പറയും, ഈ വെറും വെള്ളമല്ല നാം കുടിക്കേണ്ടത്, തലമുയർത്തപ്പെട്ടിട്ടുള്ള ജലമാണ് കഴിക്കേണ്ടത് എന്ന് പറയും. വെള്ളം പക്ഷി മൃഗാദികൾക്കും ചെടികൾക്കുമൊക്കെ ഉള്ളതാണ്. നമുക്ക് കഴിക്കാവുന്നത് വെറും ജലമല്ല, അതിൻ്റെ തലമൊന്ന് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കരിമ്പ് എന്നുള്ളതാണ്. നോക്കൂ, ഒരു കരിമ്പ് ചെടി മണ്ണിൽ നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള വളവും ലവണങ്ങളും എല്ലാം വലിച്ചെടുത്തിട്ട് ജലത്തെ മധുരതരമാക്കി നമ്മുടെ കയ്യിൽ തരികയാണ്. അപ്പോൾ ഒരു ചെടിയുടെ സാങ്കേതിക വിദ്യയും മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യയും കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ നാം എങ്ങും എത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വിധിച്ച അന്നത്തിലേക്ക് ഉള്ള ഒരു യാത്ര, അതാണ് അദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥം എന്നുള്ള ഒരു സഞ്ചാരം. ആഹാരശുദ്ധി എന്നുള്ളത്, അന്നം ശുദ്ധമാവേണ്ടിയിരിക്കുന്നു, അന്നം ശുദ്ധമായാൽ മനസ്സും ശുദ്ധമാവും എന്ന വളരെ കൃത്യമായ ഭാരതീയ സംസ്കൃതിയുടെ കണ്ടെത്തൽ ലഘുധാന്യങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും ഈ കാലഘട്ടത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ധാരാളം പഠനങ്ങൾ ലോകവ്യാപകമായി നടത്തപ്പെട്ടിട്ടുണ്ട് ലഘുധാന്യങ്ങളെക്കുറിച്ച്. ചില പഠനങ്ങളൊക്കെ ഞാനതിൻ്റെ ചെറിയ റിപ്പോർട്ടുകളൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അതൊക്കെ അയച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് ഈ ആധുനിക വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പോലും ലഘുധാന്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ വിധിച്ച അന്നത്തിലേക്ക് ഉള്ള ഒരു മനുഷ്യൻ്റെ ചിന്തയ്ക്ക് മില്ലറ്റുകൾ ഗതിവേഗം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ അന്നത്താൽ ആനന്ദം എന്നുള്ളതിലേക്ക് നമുക്ക് എത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആരോഗ്യരംഗത്തും ഭക്ഷണം ഏത് എന്നതിലുമൊക്കെയാണ് വളരെ കൃത്യമായി ദയാൽ സാർ ഇന്ന് ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത്. അവിടെയാണ് അദ്ദേഹം ഈ ലഘുധാന്യങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറയുകയും എന്നോട് അങ്ങനെ ഒരു പരിശ്രമം, ഒരു ഗവേഷണം അതിനുവേണ്ടി നടത്തണമെന്ന് പറയുകയും ആ ഗവേഷണത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് നവലോക മില്ലറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനി 2 വർഷമായി വളരെയധികം മേഖലകളിൽ ഗവേഷണം നടത്തുകയും ഈ ലഘുധാന്യങ്ങളുടെ
ഈ കാലഘട്ടത്തിന് യോജിച്ച തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പല തരത്തിലുള്ളത് പണ്ഡിതരുമായി ശാസ്ത്രജ്ഞരുമായി ഒക്കെ നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം ധാരാളം അത്തരത്തിലുള്ളത് പുതിയ കാലഘട്ടത്തിന് യോജിച്ച തരത്തിലുള്ള ഒരു ഭക്ഷണ പദ്ധതി നാം പരിശ്രമിക്കുകയാണ്. അതിൻ്റെ ഒരു മുന്നിൽ നിൽക്കുന്ന ആളെന്ന നിലയിലാണ് എന്നോട് വേദപ്രകാശ്ജി ചേട്ടൻ റിട്ടയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ ദയാൽ സാറിൻ്റെ ഈ ഒരു മില്ലറ്റിലാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഗുരുനാഥനാവാം ഒരു പക്ഷേ തോന്നിച്ചത്, എങ്കിൽ പിന്നെ അതങ്ങോട്ട് പറയൂ എന്നാണ്. ഞാനല്ല വിഷയം തിരഞ്ഞെടുത്തത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വേദപ്രകാശ്ജിയാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ പിന്നെ ചേട്ടൻ അത് പറഞ്ഞാൽ മതി എന്ന്. ഞാൻ ആദ്യമായിട്ടാണ് മില്ലറ്റുകളെക്കുറിച്ച് പഠനം തുടങ്ങിയിട്ടേ ഉള്ളൂ. അറിഞ്ഞത് കടുകോളം, അറിയാനുള്ളത് കടലോളമാണ്. പിന്നെ ഇതെൻ്റെ വീടാണ്, ഗുരുകുലമാണ്, ആചാര്യൻ്റെ എന്താ പറയുക ജീവിക്കുന്ന ഒരു ചൈതന്യം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടെ എത്തപ്പെടുന്ന ആളുകൾക്ക് അസാമാന്യമായിട്ടുള്ള ഒരു ധൈര്യവും ഊർജവും കൈവരും. വിഷയത്തെക്കുറിച്ച് പ്രത്യേക ധാരണയൊന്നും ഉണ്ടാവണമെന്നില്ല. ഞാൻ ഇരുന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ്, ആ അനുഭവം എനിക്കുണ്ട് എന്നതുകൊണ്ടാണ്. ഇവിടെ എത്തപ്പെടുന്നവർ അന്വേഷകരാണ്, അല്ലാതെ എത്താറില്ല. അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ കുറവാണെങ്കിലും എത്തുന്നവർ ഗുണപരമായി വളരെ കൃത്യതയുള്ളവരാണ്. അതുകൊണ്ട് ആ ഒരു ഈ വൈദിക ഗുരുകുലത്തിൻ്റെ ഒരു ഉന്നതമായ ഒരു ഊർജം, അതാണ് ഞാൻ ഇത് പറയാനുള്ള ഒരു പ്രേരണ എന്നുകൂടി പറയട്ടെ. ധാരാളം ആളുകൾ വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ധാരാളമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ലഘുധാന്യങ്ങൾ, ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ഒരു രീതി ഒന്ന് നോക്കിയാൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡാണ് കൂടുതലും എന്നുള്ളത്. നമുക്ക് സമയമില്ല എന്നുള്ളത്, ആർക്കും സമയമില്ല എന്നുള്ളത്. ഇപ്പം നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയൊക്കെ ഒന്ന് ആലോചിച്ചാൽ 25 ആളുകൾക്ക് ഒരു അടുക്കളയിൽ ഒരു അമ്മയും അല്ലെങ്കിൽ 2 സ്ത്രീകൾ നിന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം പാചകം ചെയ്തിട്ടുള്ളതൊക്കെ ഇന്ന് വിശ്വസിക്കില്ല പുതിയ തലമുറ, ഇല്ലേ? അടുക്കള വേണ്ട എന്നുള്ളതാണ്. ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, സിംഗപ്പൂരിലൊക്കെ എൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു ഭിത്തിയിൽ ഒരു ചെറിയ സ്റ്റാൻഡ് പോലെയാണ് അടുക്കള, അത്രയേ ഉള്ളൂ, അത് മതി. അടുക്കള ആവശ്യമില്ല എന്നുള്ളതാണ്. അടുക്കള ആവശ്യമില്ലാത്ത കാലഘട്ടത്തിലാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങാത്ത ആത്മാക്കൾ ഉണ്ടായിരുന്ന ഒരു പരമ്പരയുടെ ഈ കാലഘട്ടത്തിലെ കണ്ണി ലഘുധാന്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വൈവിധ്യപൂർണമായിട്ടുള്ള ഈ സമീകൃത ആഹാരം നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയിരുന്നത് എന്നുള്ളതാണ്. എത്ര വിഭവസമർത്ഥമായിട്ടുള്ളത് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളതൊക്കെ മാറിയിട്ട് ഇന്ന് പാക്കറ്റുകളിൽ ജങ്ക് ഫുഡുകൾ, പ്രോസസ്ഡ് ഫുഡുകൾ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള, അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തെ അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടുന്നതിന് അതിനകത്ത് ചേർക്കുന്നത് ആ യഥാർത്ഥത്തിലുള്ള ഭക്ഷണത്തിൻ്റെ ഇരട്ടിയിലധികമുള്ള പെർസെൻറ്റേജാണ്. അപ്പോൾ നമുക്ക് തരുന്ന ഭക്ഷണം ആ പാക്കറ്റിലുള്ളത് യഥാർത്ഥത്തിൽ അതല്ല, അതിനെ നിലനിർത്തുന്നതിന് അതിനോടൊപ്പം ചേർക്കപ്പെട്ടിട്ടുള്ള മറ്റ് കെമിക്കലുകളാണ് എന്ന്. ആരാണ് ഇതൊക്കെ വായിച്ചു നോക്കുക? പാക്കറ്റുകളുടെയൊക്കെ പുറത്ത് ഇന്ന് നിർബന്ധമായി അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ, ഞാൻ കുറച്ച് പ്രോഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ റെജി തോമസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ ഒരു ഗസ്റ്റ് ഫാക്കൽറ്റിയാണ് അദ്ദേഹം. IIT ബോംബെയിൽ നിന്ന് PhD നടത്തിയിട്ടുള്ള ആളാണ്, മലയാളിയാണ്. അപ്പോൾ ഈ രംഗത്ത് ധാരാളം ഞങ്ങൾ ഒരുമിച്ചൊരു 30 വർഷത്തോളമായിട്ടുള്ള ഒരു ഗവേഷണമുണ്ട്. അപ്പോൾ എത്ര റിസർച്ച് നടത്തിയിട്ടാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ന്യൂട്രീഷണൽ വാല്യൂ ഞങ്ങൾ കണ്ടെത്തുന്നത്? വെറുതെ എഴുതാൻ പറ്റിയില്ലല്ലോ, എങ്ങനെ എഴുതും? അപ്പോഴാണ് ഞാൻ അതേ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുള്ളതിൻ്റെ പാക്കറ്റിലെ ന്യൂട്രീഷണൽ വാല്യൂ നോക്കുമ്പോൾ നമ്മുടേതുമായി പുലബന്ധമില്ല. അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ആര് നോക്കുന്നു? നിയമം ശക്തമാണ്. FSSAIയുടെ കൃത്യമായിട്ടുള്ള നിയമമുണ്ട്, ഭാരത സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള നിയമമുണ്ട്. ഇന്നിപ്പോൾ ഈ വിലകൾ കൂടുതലാക്കാതെ നമ്മളെ ചൂഷണം ചെയ്യാതിരിക്കാൻ യൂണിറ്റ് പ്രൈസ് കൂടെ ചേർക്കണമെന്നുണ്ട്. ഇപ്പോൾ 1 കിലോയ്ക്ക് 100 രൂപയാണെങ്കിൽ യൂണിറ്റ് പ്രൈസ് 1 രൂപയാണ്, അതുകൂടെ പാക്കറ്റിൽ ചേർക്കണമെന്നുണ്ട്, വളരെ കൃത്യമായി. അതുപോലെ ഇതിനകത്ത് എന്തൊക്കെ ഇതിൻ്റെ പ്രിസർവേറ്റീവായി ചേർത്തിട്ടുണ്ട് എന്ന് എഴുതണം. ഇപ്പോൾ എവിടാണ് നമുക്ക് കിട്ടുക? നമ്മൾ മേടിക്കുന്ന ബേക്കറികളിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ ഭരണിയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു തരികയാണ്. അതിന് എക്സ്പയറി ഇല്ല, മാനുഫാക്ചറിങ്ങും ഇല്ല, ആരുണ്ടാക്കി എന്നുള്ളതില്ല. നോക്കൂ, ആലോചിച്ചു. അത്തരത്തിൽ ഈ ഭക്ഷണം എന്നുള്ളത് ഇന്ന് വിഷമായി മാറിയിട്ടില്ല. ആർക്കും അതിന് നേരമില്ല, ആരും ഇത് ബോധേടുമല്ല എന്നുള്ളത്. ഞാൻ എൻ്റെ മില്ലറ്റുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള പരിശ്രമത്തിൽ ഇതേപോലെയുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റുകളിൽ തെക്കേ ഇന്ത്യ മുഴുവൻ പരതി നോക്കുകയുണ്ടായി. അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, പലതുമുണ്ട്. അതിലൊക്കെ ചേർക്കപ്പെട്ടിട്ടുള്ളത് അത്ഭുതപ്പെടുന്ന തരത്തിലാണ്. ഈ ലഘുധാന്യങ്ങൾക്ക് ബൈൻഡിങ് കപ്പാസിറ്റി കുറവാണ്.
ഈ മില്ലറ്റുകൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ബൈൻഡിങ് ഇല്ല. അപ്പോൾ ചേർക്കുന്നത് ആട്ടയും ഗോതമ്പും ഒക്കെയാണ്. പക്ഷേ 100% നാച്ചുറൽ മില്ലറ്റ് നൂഡിൽസ് എന്നാണ് പാക്കറ്റിൽ എഴുതിയിരിക്കുക. വലിയ വലിയ കമ്പനികളുടെ, പ്രമാദമായ കമ്പനികളുടെ മ്യൂസലികളുണ്ട്, മില്ലറ്റ് മ്യൂസലികൾ. ഞങ്ങളും നവലോക മ്യൂസലി ഇറക്കുന്നുണ്ട്. 80% മില്ലറ്റുകൾ കർശനമായി അതിൽ ഉണ്ടാവണം. നിങ്ങൾ ഏത് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാലും ആ ലാബ് റിപ്പോർട്ട് ഞങ്ങളുടേതുമായി ഒരേപോലെ ആയിരിക്കും. അത്തരത്തിൽ ലാബ് റിപ്പോർട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നവലോക ഇന്ന് ഇറക്കുന്നത് എന്ന്. ഏത് കമ്പനിക്കാണ് നമുക്ക് അതിനകത്തുള്ളത് എന്ത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ പറ്റുക? നമ്മുടെ കാര്യം പോട്ടെ, 2 വയസ്സും 3 വയസ്സുമുള്ള കുട്ടികളുടെ നാക്കിലേക്ക് നാം വച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ശുദ്ധി എന്ത് എന്ന് 100% സാക്ഷര കേരളം അറിയുന്നുണ്ടോ? ഇന്ന് രോഗങ്ങളുടെ ഹബ്ബായി കേരളം മാറിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നമ്മുടെ നാടിനെ മോശമാക്കുകയല്ല. റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കൊട്ടാര സദൃശ്യങ്ങളായിട്ടുള്ള ആശുപത്രികളുടെ എണ്ണം അവർ തന്നെ പരസ്യത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആശുപത്രിക്ക് പരസ്യം ചെയ്യുന്ന ഒരു കാലഘട്ടം ഇതിന് മുമ്പുണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. വരൂ, ധൈര്യമായി കടന്നു വരൂ, ആരോഗ്യം ഇവിടെയുണ്ട് എന്ന് പരസ്യം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു തെറ്റായ ഒരു ധാരണയാണ്. ഇവാൻ ഇല്ലിച്ചിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഡീസ്കൂളിംഗ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. നമ്മളെ പലതും പറഞ്ഞ് സ്കൂൾ ചെയ്ത് വച്ചിരിക്കുകയാണ്. ആരോഗ്യം എവിടെ ചെന്നാൽ കിട്ടും? ആശുപത്രി ചെന്നാൽ കിട്ടും. വിദ്യാഭ്യാസം എവിടെ ചെന്നാൽ കിട്ടും? പള്ളിക്കൂടത്തിൽ ചെന്നാൽ കിട്ടും എന്നുള്ളത്. അവിടെയൊക്കെ എന്ത് കിട്ടുന്നു എന്നുള്ളത് അനുഭവസ്ഥരായ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. ഒന്നിനെ മോശമാക്കാനല്ല, പക്ഷേ വന്നിട്ടുള്ള കെടുതികൾ, പ്രതിസന്ധികൾ നാം തിരിച്ചറിയണ്ടേ? അതല്ലേ മനുഷ്യൻ എന്നുള്ളത്. ഇത്രയും എന്താ പറയുക, ഈ പരിണാമ ശ്രേണിയിലെ ഏറ്റവും സവിശേഷ ബുദ്ധിയോടുകൂടി എന്ന് നാം കരുതുന്ന, ഇല്ലേ, ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ബെറ്ററാക്കാൻ മനുഷ്യന് മാത്രമേ ഉള്ളൂ. സിംഹം ഇന്നും അതിൻ്റെ പഴയ കൂട്ടിൽ തന്നെയാണ് താമസിക്കുക. ഒന്ന് പെയിൻ്റ് അടിക്കാനോ അല്ലെ അതിൻ്റെ ഭക്ഷണം ഒന്ന് മാറ്റിപ്പിടിക്കാനോ മൃഗങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. നമുക്ക് രാവിലെ കഴിച്ചത് ഉച്ചയ്ക്ക് വീട്ടിൽ അമ്മ തന്നാൽ പിള്ളേർ പറയും, ഇത് മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ എന്ന് ചോദിക്കും. 1 മണിക്കൂറിൽ നമുക്ക് ഭക്ഷണം വൈവിധ്യപൂർണ്ണമായി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആകപ്പാടെ ദേഷ്യം ഉണ്ടാവും. അത്തരത്തിലാണ് മനുഷ്യൻ സവിശേഷ ബുദ്ധിയുള്ളവൻ. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ഔഷധം എന്ന് ചരകസംഹിത പറയുന്നുണ്ട്. ആ കൊട്ടേഷൻ ഇങ്ങനെയാണ്: നമ്മുടെ ഭക്ഷണമല്ലാതെ മറ്റൊന്നും നമ്മെ സുഖപ്പെടുത്തുകയോ രോഗപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഔഷധം എന്താണ്? ഭക്ഷണമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് നമുക്കെന്തുകൊണ്ടോ അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രതിസന്ധി എന്നുള്ളതാണ്. അപ്പോൾ ലഘുധാന്യങ്ങൾ എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തെ ഒരു സന്തുലിതമായി നിലനിർത്തുന്നതിന്, ആരോഗ്യം എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യം എന്നത് മാത്രമല്ല, മാനസികമായിട്ടുള്ള നമ്മുടെ ഒരു നിലയെ നിലനിർത്തുക. ഇന്ന് മാനസികമായ പ്രതിസന്ധികൾ ഉള്ളവരാണ് കൂടുതലും എന്ന് പത്രം വായിക്കുമ്പോൾ, പത്രം വായന ഞാനതുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എത്ര പ്രധാനപ്പെട്ട വാർത്തയും 1-ാം പേജിൽ ഉണ്ടാവാറില്ല. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് 1-ാം പേജിൽ വരാറുള്ളത്. ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടിയാൽ 8-ാമത്തെ പേജിലായിരിക്കും. 1-ാമത്തെ പേജിൽ ഈ അടുത്ത ഇടയിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കൊലപാതകമോ ആത്മഹത്യയോ ക്രൂരതയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ മനസ്സിന് വല്ലാത്ത തരത്തിൽ വൈകല്യം ബാധിച്ചവരുടെ എണ്ണം എത്രയാണ് നമ്മൾ കാണുന്നത്. അമ്മ മകനെ കൊന്നു, മകൻ അമ്മയെ കൊന്നു, അച്ഛൻ മകനെ കൊന്നു, മകൻ അച്ഛനെ കൊന്നു. എത്ര തരത്തിലുള്ള ഭീതിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാട് പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി നമുക്ക് പറയാവുന്നത് വിധിച്ച അന്നമല്ല നാം കഴിക്കുന്നത് എന്നാണ്. അന്നത്തെ ശുദ്ധമാക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ തുടക്കം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ലഘുധാന്യങ്ങൾ എന്നുള്ളതിനെ നാം ഇത്ര ഗൗരവത്തോടുകൂടി ആരോഗ്യത്തിനും ആനന്ദത്തിനും ഉള്ള ഒറ്റമൂലിയായി ലഘുധാന്യങ്ങളെ നാം പറയുന്നത്. അപ്പോൾ അത് വെറുമൊരു ഒരു ഭക്ഷണം എന്നതിനപ്പുറത്ത്, മില്ലറ്റുകൾ അല്ലെങ്കിൽ ലഘുധാന്യങ്ങൾ എന്നുള്ളത് കേവലം ഒരു ഭക്ഷണം എന്നതിനപ്പുറത്ത് നിലനിൽക്കുന്ന ആരോഗ്യത്തിനും അതുപോലെ തന്നെ ആനന്ദത്തിലേക്കുള്ള ഒരു സാമൂഹ്യ മുന്നേറ്റമായി മാറേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന്. അത് തികച്ചും ഒരു ഭക്ഷണം എന്നതിനപ്പുറം, ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഏതൊക്കെ തരത്തിലുള്ളത് ഇന്ന് പാചകം ചെയ്ത് പാക്കറ്റിലാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ അതൊരു വികസിത നാടിൻ്റെ ലക്ഷണമായി നാം കാണുകയാണ്. പ്രോസസ്ഡ് ഫുഡുകൾ അല്ലെങ്കിൽ ജങ്ക് ഫുഡുകൾ എന്നുള്ളത്.
അമേരിക്കയിൽ അങ്ങനെ പറയുന്നുണ്ട്, ഈ വൈകിട്ട് ടി വി കാണാനായിട്ടിരിക്കുമ്പോൾ ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റില്ല. ടി വി വന്ന കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് നാടകവും ഓപ്പറയും ഒക്കെ കാണാനായിട്ടത് ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകണമായിരുന്നു. അതിനുശേഷം ടി വി സിനിമ വന്നപ്പോൾ സിനിമ നടത്തുന്ന തിയേറ്ററിൽ ചെല്ലണം. അത് ടി വിയിലേക്ക് വന്നപ്പോൾ ഓരോ വീടും സിനിമ കൊട്ടകകളായി മാറി, നാടകശാലകളായി മാറി. അപ്പോൾ ഓപ്പറയുടെ സമയമാണ് വൈകിട്ട് ടി വിയിൽ. അപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയം കട്ട് ചെയ്ത് ഓപ്പറ കാണാൻ തീരുമാനിച്ചു എന്നാണ്. അപ്പോൾ ഭക്ഷണം ഇങ്ങോട്ട് മേടിച്ച് കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ അത്തരത്തിലേക്ക് പുതിയ കാലഘട്ടം മാറിയിട്ടുണ്ട്. ഇത് തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ശുദ്ധി ആര് തീരുമാനിച്ചു? ആർക്കറിയാം? നാം മേടിച്ചു കുടിക്കുന്ന ശീതള പാനീയങ്ങൾ, ദാഹം തീർക്കുന്നതിന് നാം ആശ്രയിക്കുന്ന ശീതള പാനീയങ്ങൾ, അതുകൊണ്ട് ദാഹം തീരുമോ? അതുമില്ല അല്ലേ. ഒരു കോള കുടിച്ചാൽ നമ്മുടെ ദാഹം തീരില്ല. അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ദാഹിക്കും. അപ്പോഴാണ് അമ്മ ഇവിടെ എനിക്ക് ചുക്ക് കാപ്പി കൊണ്ടുവച്ചിട്ടുള്ളത് എന്ന്. ഈ നാടിൻ്റെ സംസ്കൃതിയുടെ സമ്പന്നതയാണ് ഇത്. വെറും ഒരു ദാഹം ശമിപ്പിക്കുന്നതിനുള്ള പാനീയം മാത്രമല്ല, ഇത് കൃത്യമായി ഒരു ഔഷധമാണ്. അപ്പോൾ ഈ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ നോളജ്, അപ്പോൾ അതിപ്പോൾ ഒരു ശാസ്ത്രശാഖയായി പുതിയ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇന്ത്യൻ നോളജ് സിസ്റ്റം IKS എന്നുള്ളത് വന്നിട്ടുണ്ട്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അത് വളരെ ശക്തമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ട്രഡീഷണൽ വിസ്ഡം, നമ്മുടെ പൈതൃകമായിട്ടുള്ള ജ്ഞാന സമ്പത്തിനെ പുതിയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ കൂടി. കാരണം നാളെ സമൃദ്ധമായി, സമ്പന്നമായി, ആരോഗ്യത്തോടുകൂടി, ആനന്ദത്തോടുകൂടി നമ്മുടെ പുതിയ തലമുറ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം. കോളേജുകളിലും സ്കൂളുകളിലും ഒന്നും പഠിക്കാൻ കുട്ടികളെ കിട്ടാത്ത കാലഘട്ടത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഓരോ ഡിവിഷനും Hഉം Iയും Jയും Kയും Lഉം ഒക്കെ ഉണ്ടായിരുന്നു നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഓരോ സ്കൂളിലും. ഇന്ന് ഒരു ഡിവിഷൻ നിലനിർത്താൻ അധ്യാപകർ പെടാപ്പാട് വിടുകയാണ്. ഉച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. രാവിലെ മുട്ട, പാല് ഒക്കെ കൊടുക്കുന്നുണ്ട്. നോക്കൂ, പക്ഷേ കുട്ടികളെ കിട്ടാനില്ല. ഈ അടുത്ത ദിവസം ഞാൻ പത്രത്തിലൊരു വാർത്ത വായിക്കുകയുണ്ട്. 60 കുട്ടികളും 11 അധ്യാപകരും. 60 കുട്ടികളും 11, ഒരു ഹൈസ്കൂളാണ്, ഗവൺമെൻറ് ഹൈസ്കൂളാണ്. അവിടെ എയ്ഡും ഒന്നും വ്യത്യാസമില്ല കേട്ടോ. ഞാനൊരു എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറ നമ്മുടെ മണ്ണിൽ നിലനിൽക്കണമെങ്കിൽ മണ്ണിൻ്റെ മണമുള്ള ഭക്ഷണം എന്തെന്ന് അവൻ അറിയണം. അവൻ്റെ ആരോഗ്യവും മണ്ണുമായി ബന്ധമുണ്ട് എന്നറിയണം. ദയാൽ സാറ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു ഇപ്പോഴും, മണ്ണിൽ കളിച്ചു വളർന്ന കുട്ടിയും മണ്ണിലിറങ്ങാത്ത കുട്ടിയും തമ്മിൽ വളർന്നു വരുമ്പോൾ തീർച്ചയായും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ മണ്ണിൽ ഇറക്കണില്ല കുട്ടികളെ, ചെളി പറ്റും എന്നാണ്. എത്ര ചെളി പറ്റിയിട്ടാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇന്നും ഇങ്ങനെ നിൽക്കുന്നത്, വലിയ പരിക്കില്ലാതെ. പക്ഷേ രോഗങ്ങളുടെ ഒരു കടന്നുവരവ് അത്തരത്തിലാണ്. അത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് എന്ന് ചരകൻ്റെ ഈ ഒറ്റ വാചകത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ ഔഷധം. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഔഷധമാണ് എന്ന ബോധ്യത്തിൽ കഴിക്കാൻ നമുക്ക് പറ്റണം. പരസ്യവാചകങ്ങളിലും കടകളുടെ മോടിയിലും ഭക്ഷണത്തിൻ്റെ ഗുണത്തെ വെറുതെ സങ്കല്പിക്കുകയാണ്. നല്ല ഭംഗിയുള്ള കടയാണ്, മേശകളുമൊക്കെ ഏറ്റവും ആധുനികമായിട്ടുള്ളതാണ്, ഏറ്റവും ആധുനികമായ സജ്ജീകരണങ്ങളെല്ലാം അവിടെയുണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ കണ്ടാൽ കൊള്ളാം, അവിടെ കയറുന്ന ആളുകളൊക്കെ വൃത്തിയുള്ളവരാണ്. അതുകൊണ്ട് ഭക്ഷണവും കൊള്ളാം എന്ന് കരുതുകയാണ്. അങ്ങനെയുള്ള എത്ര വലിയ വലിയ മുന്തിയ ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം പിടിച്ചതിൻ്റെ കണക്ക് നമുക്കറിയാം. ഇപ്പോൾ ഭക്ഷണത്തെ ഒന്ന് പുനർനിർവചിക്കാൻ, ഒന്ന് ഡീസ്കൂൾ ചെയ്യാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഏതാണ് നമുക്ക് വിധിച്ചിട്ടുള്ള ഭക്ഷണം അറിയേണ്ടതുണ്ട്. കേവലം അതെങ്കിലും നാം ഒന്നറിയണ്ടേ. അറിവിലും മറ്റ് ശുചിത്വബോധത്തിലും സ്വന്തം വീട് വൃത്തിയാക്കി അഴുക്ക് തൊട്ടടുത്ത പറമ്പിലേക്ക് അല്ലെങ്കിൽ തോട്ടിലേക്ക് റോഡിലേക്കിടുന്ന മലയാളി എന്താണ് ഭക്ഷണമെന്ന് അറിയണ്ടേ. ഓരോരുത്തരും അറിയണ്ടേ. നമ്മൾ എന്ത് കഴിച്ചാലാണ് നമുക്ക് നിലനിൽക്കുന്ന ആരോഗ്യവും അതുവഴി ആനന്ദവും ഉണ്ടാവുക. നമുക്ക് അത് അറിയാൻ സാധിക്കുന്നുണ്ട്. ഉന്നതമായ ബിരുദങ്ങൾക്ക് ഉള്ളവരാണ്. ഞാൻ PhD വരെ ചെയ്ത ആളാണ്. ദയാൽ സാറിൻ്റെ വാനപ്രസ്ഥം ക്ലാസ്സിൽ 2 വർഷം മുമ്പ് ആദ്യത്തെ ക്ലാസ് കേട്ടപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ നോട്ട്ബുക്കിൽ, ക്ലാസ്മേറ്റിൻ്റെ ഒരു നോട്ട്ബുക്കിൽ 9 പേജാണ് ഞാൻ എഴുതിയത് 3 മണിക്കൂർ ക്ലാസ്സിൽ. അദ്ദേഹം പറയുന്ന ഒരു വാക്കുപോലും എനിക്ക് വിടാൻ പറ്റിയില്ല.
ഞാൻ എഴുതുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ സഹോദരിയും. ആ സഹോദരി ഈ പ്രഭാഷണ പരമ്പരയുടെ ആദ്യം ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയിട്ട് പോയ ആളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ആ വാനപ്രസ്ഥം ക്ലാസ്സിൽ പങ്കെടുത്തത്. അവരുടെ നിർബന്ധത്തിനാണ് ഞാൻ പോയത്. ദയാൽ സാറുമായി എനിക്ക് 35 വർഷത്തെ ബന്ധമുണ്ടെങ്കിലും ഈ ക്ലാസ്സിന് ഞാൻ പോയത് അവരുടെ നിർബന്ധത്തിലാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഞാൻ പഠിച്ച അറിവുകളിൽ നിന്ന് എത്രയോ വിഭിന്നമായിട്ടുള്ളതാണ് അത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ നാടിനും എൻ്റെ സമൂഹത്തിനും ഗുണമുള്ളത് എന്ത്, ഏതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം, ശരിയായ വിദ്യാഭ്യാസം എന്ത്, ആരാണ് ശരിയായ ഗുരുനാഥൻ എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് ആ വാനപ്രസ്ഥം ക്ലാസ്സുകളായിരുന്നുവെന്ന്. അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ഈ ഗുരുകുലത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വാനപ്രസ്ഥം ക്ലാസ്സുകളിലേക്ക് എത്തുന്നതും അന്വേഷകർ മാത്രമാണ്, എല്ലാവരും എത്തില്ല. അപ്പോൾ ലഭിച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ ആയുസ് തീരുന്നത് വരെ ദയാൽ സാറ് പറയുന്നത് ജനിച്ചാൽ മരിക്കുമെന്നാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. മരിക്കില്ല. എത്ര നാൾ നിനക്ക് ജീവിക്കണമെന്ന് നീ തീരുമാനിച്ചാൽ നിനക്ക് അതുവരെ ജീവിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ യുഗപരമ്പര അല്ലേ, നമ്മുടെ ആചാര്യ പരമ്പര. എൻ്റെ പുറകിൽ 2 ആചാര്യന്മാരിപ്പുണ്ട്. അവരൊക്കെ കാട്ടിത്തന്നതാണ്. അവർ തീരുമാനിക്കും. സ്വച്ഛന്ത മൃത്യു. ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു എനിക്ക് തെക്കോട്ട് പോകാൻ സമയമായി എന്നാണ്. അവർക്കറിയാം അവരുടെ ഇവിടുത്തെ ധർമ്മം തീർന്നു, അവർ പുലർത്തേണ്ട അവരുടെ കർമ്മം തീർന്നു, അവരുടെ ധർമ്മം തീർന്നു, അവർക്ക് ഇവിടെ നിന്ന് പോവേണ്ടതാണ് എന്നതാണ്. അത്തരത്തിൽ ജനിച്ചാൽ മരിക്കില്ല, നീ തീരുമാനിക്കുന്നത് വരെ നിനക്ക് ജീവിക്കാം എന്ന് ദയാൽ സാറ് പറയുന്നു. ഭക്ഷണം വിധിച്ചതാവണം, ഔഷധമായി ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് ഇന്ന് ആരോഗ്യം എന്നുള്ളത്. അപ്പോൾ ഭക്ഷണം എന്ത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ലഘുധാന്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചും അതെപ്രകാരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ എങ്ങനെയാണ് അത് സമ്പുഷ്ടമാക്കുന്നത് എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. ധാരാളം അത്തരത്തിലുള്ള പഠന റിപ്പോർട്ടുകളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. അതുപോലെ എന്താണ് ആരോഗ്യം? മരുന്ന് കഴിച്ചിട്ട് ഗുളികകളിൽ നിലനിൽക്കുന്നതാണ് ആരോഗ്യം എന്ന് നമ്മെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. പണ്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നാൽ, നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത്, ഞാനും എൻ്റെ ചെറുപ്പകാലത്ത് ചെന്നാൽ ഒരു പിങ്ക് കളറിലുള്ള ഒരു മരുന്നാണ് തരിക ഇല്ലേ? അത് ഭയങ്കര കയ്പ്പാണ്, നമുക്ക് സങ്കടമാണ്. പിന്നത്തെ മരുന്ന് മുഴുവൻ വീട്ടിലാണ്. ഒരു കൽച്ചട്ടി അടുപ്പത്തുണ്ടാവും, മുത്തശ്ശിയും ഒക്കെ കഷായം ഉണ്ടാക്കുകയാണ്. ദൈവമേ, ഈ കഷായം കണ്ടുപിടിച്ചവൻ്റെ തല പൊട്ടിത്തെറുക്കണേന്ന് പ്രാർത്ഥിച്ച കുട്ടികളാണ് ഞങ്ങളൊക്കെ. ഒരു ശകലം ഇന്ദുപ്പ് കൊടുത്തി അതിൻ്റെ കയ്പ്പിന് വേണ്ടി തരും എന്നുള്ളത്. ഏത് അസുഖത്തിനും എൻ്റെ മുത്തശ്ശിക്ക് മരുന്നുണ്ട്. അവർ MBBS ഒന്നും പഠിച്ചിട്ടില്ല, അവർക്ക് സംശയവുമില്ല. ആ അടുക്കള ഭാഗത്തുകൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറമ്പിലൂടെ നടന്നിട്ട് അവർ ഒരു 3-4 ചെടികളുടെ കുറച്ച് ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് അരമണിക്കൂറിനകം ഔഷധം റെഡിയാണ്. ഇന്ന് ഉന്നത ബിരുദം, വൈദ്യശാസ്ത്രത്തിൽ ഉന്നത ബിരുദമുള്ള ആളുകൾക്ക് വീടിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന തുളസി കൃഷ്ണ തുളസി നിന്നെഞ്ചിലെരിയുന്ന ചന്ദനത്തിരിയിലൊരഭൗമ ദിവ്യ സുഗന്ധം. തുളസി അല്ലേ പിടിച്ചുകൊണ്ട് വന്ന് വീടിൻ്റെ അറവാതക്കലാണ്, വെറും നിലത്തല്ല, പീഠം കെട്ടിയിട്ട് ആ പീഠത്തിൽ അതിനെ വളർത്തി, അതിന് വെള്ളമൊഴിച്ച്, അത് രാവിലെയും വൈകുന്നേരവും വലം വച്ച് തൊഴുത് വിളക്കുവച്ച് അങ്കണത്തറയിന്മേൽ ആദര സമന്വിതം കുടിയിരുത്തി നിന്നെ ഞങ്ങൾ നിത്യവും സന്ധ്യയ്ക്ക് നിരവധ്യയാം നിന്നെ, നിത്യവും സന്ധ്യയ്ക്ക് നിരവധ്യയാം നിന്നെ തിരിവച്ചു കൂപ്പുന്നു ദേവി. വിളക്ക് വെച്ച് കൊളുത്താനാ ഈ നാടിൻ്റെ സംസ്കൃതി എന്താണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാ. ഇതറിയാത്ത ഒരു അമ്മയും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ അമ്മമാർക്ക് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ അവിടുന്ന് കിട്ടുന്നതാണ് ആരോഗ്യം. മേടിച്ച് കൂടുതൽ ഈ മരുന്ന് ഉണ്ടാക്കുന്ന സൈഡ് ഇഫക്റ്റുകൾ, നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ അമേരിക്കയിലൊക്കെ ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു മരുന്ന് പുറത്തിറക്കിയാൽ ആ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് കണ്ടെത്തുന്നതിന് പ്രത്യേകമായി പഠനങ്ങൾ നടത്തി ഏറ്റവും പെട്ടെന്ന് അത് പുറത്തിറക്കി അതിൻ്റെ ഇമ്പാക്റ്റ് പഠിച്ചതിന് ശേഷമേ നമുക്ക് കഴിക്കാൻ കടകളിൽ കിട്ടൂ. നമ്മുടെ ഇവിടെ 25 കൊല്ലം മുമ്പ് ഇറക്കിയ മരുന്ന് എങ്ങനെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കാൻ കൊടുത്തതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല.
ആ കമ്പനി പൂട്ടി, ആ മരുന്ന് കൊണ്ട് കിട്ടാവുന്ന ലാഭം കൊയ്ത് അവർ നിർത്തി. ഇപ്പോൾ ആ മരുന്നില്ല. അപ്പോൾ ആരോഗ്യം എന്തെന്ന് നാം അറിയണ്ടേ? അത് കടകളിൽ കിട്ടുന്നതല്ല, അത് മരുന്നിൽ കിട്ടുന്നതല്ല, അത് ആശുപത്രിയിൽ കിട്ടുന്നതല്ല, അത് വീട്ടിൽ സ്നേഹവും ശുദ്ധിയും ഇല്ലേ, ആഹാരശുദ്ധി, പാത്രശുദ്ധി, എന്തൊക്കെയുണ്ട്. ഇവിടെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ അടുക്കള ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു പേടി വരുന്നുണ്ട്. കാരണം അമ്മ അവിടെ ഇരുന്ന് ചിരിക്കുന്നൊക്കെയുണ്ട്. സാധാരണ അമ്മയെപ്പോലെ അല്ലല്ലോ. അച്ഛൻ്റെ ഒപ്പം ജീവിച്ച അമ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് ഭാരതത്തിലെ എല്ലാ അമ്മമാരും എല്ലാ മുത്തശ്ശിമാർക്കും അറിവുള്ളതായിരുന്നു പൈതൃക ജ്ഞാനം എന്നുള്ളത്. ഇന്ന് അതില്ലാതായി എന്നുള്ളതാണ്. നമ്മൾ ഡിപ്പെൻഡൻ്റായി മാറിയിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കടകളിൽ നിന്ന് മേടിക്കുന്ന ഭക്ഷണത്തിൻ്റെ പുറത്ത് എഴുതി വച്ചിരിക്കുന്നത് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിയിട്ട് അത് പൊട്ടിച്ചു കുഞ്ഞിൻ്റെ വായിൽ കൊടുക്കാൻ പോലും നമുക്ക് സമയമില്ല. എന്താരുണ്ടാക്കി തന്നാലും ആ കൂട് നല്ലതായിരിക്കണം. ആ പൗച്ചൊക്കെ നോക്കിയിട്ടാണ്, ഞാൻ നേരത്തെ കടയുടെ കാര്യം പറഞ്ഞതുപോലെ, ആ പൗച്ച് എങ്ങനെയുണ്ട്, പുതിയ ഞാൻ ഈ ബാംഗ്ലൂർ ഈ അടുത്ത ദിവസം ഈ പാക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സിബിഷൻ നടക്കുകയുണ്ട്. അത്ഭുതപ്പെട്ടു പോയി. ഭക്ഷണ വസ്തുക്കൾ പാക്ക്, ഞാൻ എൻ്റെ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് ഞാനും ഡോക്ടർ റജി തോമസും കൂടെ അങ്ങനെ എക്സിബിഷനുകളിലൊക്കെ പോകുന്നുണ്ട്. ബാംഗ്ലൂരാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഹബ്ബായി മാറിയിട്ടുള്ളത്. അത്ഭുതപ്പെട്ടു പോവും ഇത് പാക്ക് ചെയ്യുന്നതിൻ്റെ ടെക്നോളജിയൊക്കെ മാറിയിട്ടുള്ളത്. അതൊക്കെ കൊണ്ടുവന്ന് നമ്മളിലേക്ക് തരികയാണ്. നമുക്കൊരു സംശയവുമില്ല, നമ്മൾ കഴിക്കുന്നു, സന്തോഷവാന്മാരായി മാറുകയാണ്. വീട്ടിൽ കിട്ടുന്ന ഭക്ഷണത്തേക്കാൾ നല്ലത് കടയിൽ കിട്ടുന്നതാണ് എന്ന് പറയുന്ന പുതിയ തലമുറയുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് വേണ്ടാത്ത ഒരു കാലഘട്ടത്തിൽ ബ്രഞ്ച് എന്ന് പറയുന്നതിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ. ഞാനൊരു അധ്യാപകനാണല്ലോ. ആദ്യത്തെ പീരീഡ് ചെല്ലുമ്പോൾ ഡെസ്കിലേക്ക് കമന്ന് കിടന്നുറങ്ങുന്ന കുട്ടികളെ ഞാൻ ഈ അടുത്ത നാളിലാണ് കണ്ടത്. ഫസ്റ്റ് പീരീഡ് ചെല്ലുമ്പോൾ 9 മണിക്ക്. എന്താ കാര്യം? ഇന്നലെ കിടന്നപ്പോൾ 3 ആയി സാർ. 3 മണിയായി. എൻ്റെ ചെറുപ്പത്തിൽ 8 മണിക്ക് 7:30 കിടന്നില്ലെങ്കിൽ വിവരം അറിയും. കൂട്ടുകുടുംബമായിരുന്നു ഞാൻ. ജയിൽ നിയമമാണ്. ദീപാരാധന അമ്പലത്തിൽ തൊട്ടടുത്ത അമ്പലമാണ്. ദീപാരാധന കഴിഞ്ഞാൽ കഞ്ഞി കഴിഞ്ഞാൽ പ്രാർത്ഥന, കഞ്ഞി, കിടന്നോണം. വിദ്യാഭ്യാസവും പഠനവും പരീക്ഷയൊന്നും വീട്ടുകാർക്കൊരു പ്രശ്നമല്ല. മാർക്ക് എത്ര കിട്ടിയെന്നുള്ളത് പോലും അവരുടെ ഒരു വിഷയമല്ല. കാരണം അവർക്ക് വേറെ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ അധ്യാപകനോട് പറയുന്നത് ഏൽപ്പിക്കുന്നു, തല്ലുവോ കൊല്ലുവോ ചെയ്തോളാനാണ്. ഇന്ന് ആകെ 1-2 ഉള്ളൂ. അങ്ങനെ ഏതെങ്കിലും അധ്യാപകനോട് ഏതെങ്കിലും രക്ഷിതാവ് പറയുമോ ഇങ്ങോട്ട് ഏൽപ്പിക്കുക കേട്ടോ? സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പിറ്റേ ദിവസം രാവിലെ വെള്ളക്കുർത്തി വരും. അനുഭവമുണ്ട്, സാക്ഷ്യമുണ്ട്. അത്തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വിദ്യാഭ്യാസം? ഏത് വിദ്യയാണ് നാം പഠിക്കേണ്ടത്? ജീവിക്കാനുള്ള വിദ്യ ഒന്ന് പഠിക്കണ്ടേ? ആരോഗ്യത്തോടു കൂടി നിലനിൽക്കാനുള്ളതൊന്ന് പഠിക്കണ്ടേ? ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ ഒരു സാമാന്യ ബോധം ഉണ്ടാവണ്ടേ? അവിടെയൊക്കെയാണ് ഇത്. ആരുടെയും കടം മേടിക്കേണ്ട നാടല്ല ഭാരതം. ഇവിടെ ഉണ്ട്. അതാ ഞാൻ ചരിത്രാതീത കാലം മുതലുള്ള കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞത്. ഇവിടെ ഉണ്ട്. ശ്രീരാമൻ അനുഗ്രഹിച്ച റാഗി നമ്മുടെ സമീപത്തിരിക്കുന്നു. ഏതായാലും മലയാളിക്കൊരു ഗുണമുണ്ട് കേട്ടോ. ഈ വീട്ടുപേരിലും സ്ഥലപ്പേരിലുമൊക്കെ ലഘുധാന്യങ്ങളെ ഒതുക്കി മാറ്റി നിർത്തിയിട്ട് പഞ്ഞപ്പുല്ല്, അവിടെയും ആ പഞ്ഞ ദാരിദ്ര്യമാണ്. റാഗി കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുന്നതിൽ ഏതായാലും റാഗി ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് റാഗിയെക്കുറിച്ച് പഠിച്ചപ്പോൾ അത്ഭുതം വന്നു. വിട്ടില്ല, തുടർന്നു പോന്നു. അത് കുട്ടികൾക്ക് പ്രധാനമായി കുറുക്ക് കൊടുക്കുക എന്നുള്ളത്. ധാരാളം എണ്ണം അത്തരത്തിലുള്ളതുണ്ട്. അതിപ്പോൾ കുറുക്കിന് തന്നെയും അവിടെയും മലയാളിയുടെ വേറൊരു പ്രത്യേകതയുണ്ട്. കടയിൽ ചെന്നാൽ നാടൻ ഏത്ത, തൃശ്ശിനാപ്പള്ളിക്ക വേണ്ട കൊച്ചിന് ഉണക്കി കുറുക്ക് കൊടുക്കാനായിട്ട് നാടൻ ഏത്ത. ഇപ്പോൾ ഉള്ളിൽ ബോധമുണ്ട്, പുറത്ത് പ്രകടിപ്പിക്കാൻ ശക്തിയില്ലാതായി മാറിയതാണോ എന്നെനിക്കറിയില്ല. നിസ്സഹായതയുടെ ഒരു മെനക്കെടാനുള്ള മടി മലയാളിക്ക് പണ്ട് മുതലേ ഉണ്ടെന്ന് എനിക്ക്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അമ്മയുമായിട്ടാണോ വേദപ്രകാശിയായിട്ട് സംസാരിച്ചു. ഒരു സൂപ്പർഫിഷ്യൽ നോളജ് എല്ലാത്തിനെക്കുറിച്ചും ഉണ്ട്, ഒരു പൊതുവായിട്ട്. അതുകൊണ്ട് മലയാളിക്ക് പെട്ടെന്നൊരു സദസ്സിലേക്ക് എന്ന ആ ഒറ്റ നിമിഷം കൊണ്ട് ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് മലയാളിയോട് സംസാരിച്ചാൽ വടക്കേ ഇന്ത്യക്കാരൻ പറയും ഇവനോളം കൊള്ളാവുന്നവൻ വേറെ ഇല്ല എന്ന് പറയും. അത് 10 മിനിറ്റായി, 15 മിനിറ്റായി, 20 മിനിറ്റ് ആകുമ്പോൾ അവൻ പറയും ഇവനുമായിട്ട് ഇനി സംസാരിക്കാനില്ല എന്ന് പറയും. ഒരു കാര്യത്തിലും
ഒരു കാര്യത്തിലും നമുക്ക് ഒരു ഡീപ്പായിട്ടുള്ള അറിവ് നമ്മളതിന് മെനക്കെടുന്നില്ല എന്നുള്ളത്. നമ്മൾ ഈ ഷോർട്ട് കട്ടിൻ്റെ ആളുകളാണ് എന്നുള്ളത്. നമുക്കെല്ലാം കുറുക്കു വഴിയിലൂടെ കിട്ടുക. നമുക്കറിയില്ലേ, ഈ സിഗ്നൽ ലൈറ്റിൽ വണ്ടി കിടക്കുമ്പോൾ മുമ്പിൽ 25 വണ്ടി കിടക്കുകയാണ്. 26ാമത് വരുന്നവൻ ഇത് കാണുന്നേ ഇല്ല, അവൻ ഏറ്റവും മുമ്പിലേക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകും. ഈ 25 എണ്ണത്തിനും പോകാൻ മേലെന്ന് മാത്രമല്ല, എതിരെ വരുന്നതിനും പോകാൻ മേല. സന്തോഷം, അവനും സന്തോഷമായി, നിൽക്കുന്നവർക്കും സന്തോഷമായി, നിയമപാലകർക്കും സന്തോഷമായി. 20 മിനിറ്റ് നേരത്തേക്ക് സന്തോഷം. അത് പോയില്ല. അതെ, അത് ദയാൽ സാർ പറയുന്നുണ്ട്, 20% ആളുകൾ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല സാറ് പറയുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു ആ മനുഷ്യനെ കേട്ടോ. നിങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോ KV ദയാൽ എന്നൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം. ഞാൻ ഈ വേദിയിൽ ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം. ഒരു ആചാര്യനാണ് കേട്ടോ, ഗുരു. ആരാണ് ഗുരു എന്ന് നമുക്ക് ഈ ചിത്രങ്ങളിലൂടെയും അറിവുകളിലൂടെയും ഒക്കെ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാനൊരു ഗുരുവിനെ കാണുന്നുണ്ട്. അമ്മയിൽ ഞാനൊരു ഗുരുവിനെ കാണുന്നുണ്ട്. ഒരു ഗുരുവിനൊപ്പം ജീവിച്ച ആളെന്ന നിലയിലാണ്. ഗുരുവിനെ നമുക്കറിയില്ല. ഇപ്പോൾ ചട്ടമ്പി സ്വാമികളെ നമ്മൾ വായനയിലൂടെയാണ്, അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെയാണ് നാം അറിയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെപ്പറ്റി എഴുതപ്പെട്ടിട്ടുള്ളതിൽ നിന്നാണ് നാം അറിയുക. നമ്മളോട് ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. ഞാൻ അവിടെയൊക്കെ പോയി. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ഞാൻ ധാരാളം പ്രഭാഷണം നടത്താറുണ്ട്. എനിക്ക് വല്ലാത്ത ആവേശമാണ്. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കറിയൂ. ഈ കാലഘട്ടത്തിൽ ഒരു ഗുരുവിനെ ഒന്ന് കാണുക, ദയാൽ സാറിനെ കണ്ടാൽ മതി എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ അറിവ് എന്നുള്ളത്? എത്ര നിർമ്മമത്വത്തോടു കൂടി, എത്ര വിനയത്തോടു കൂടി. അറിവുള്ളവൻ വിനയമുള്ളവനായിരിക്കുമെന്ന്. ഏതാണ്ട് ഒരു കാര്യം പഠിച്ചിട്ട് അഹങ്കാരത്തിൻ്റെ പ്രതീകമായി നടക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നിറകുടമായി നിന്നിട്ട് അദ്ദേഹം അതിങ്ങനെ 24 മണിക്കൂറും ജനങ്ങൾക്ക് നിർലോഭമായി നിസ്വാർത്ഥമായി അദ്ദേഹം പ്രതിഫലമില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രായത്തിലും അദ്ദേഹം അത് ചെയ്തുകൊണ്ട് ഇവിടെ ഇതൊരു തപസ്യയാണ്. 200 ദിവസം ഒരു പ്രഭാഷണ പരമ്പര നടത്തുക. ഒരു ദിവസം ഒരു പ്രഭാഷണം നടത്താൻ എനിക്ക് സംസ്കൃതി എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷനുണ്ട്. ഒരു ദിവസം ഒന്ന് നടത്താനായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാട്, ത്യാഗം എനിക്കറിയാം. കാരണം അവിടെയും ഞാൻ മലയാളിയെ പ്രത്യേകം പറയുന്നു, ഇത് തമിഴ്നാട്ടിൽ ഇങ്ങനെ അല്ല കേട്ടോ. തമിഴ്നാടിന് വേറൊരു സംസ്കാരമുണ്ട്. ഏത് മേഖലയിൽ നമ്മൾ നോക്കിയാലും. കർണാടകത്തിനും അത്തരത്തിലുണ്ട്. ബട്ട് അങ്ങനെയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കർണാടക സംഗീതം, ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞ് ഞാനത് പഠിച്ചതാണ്. നമുക്കതൊന്നും അങ്ങോട്ട് രാഗമൊക്കെ വിസ്തരിക്കാൻ തുടങ്ങുമ്പോൾ മലയാളിക്ക് ആകെപ്പാട് ദേഷ്യം വരാൻ തുടങ്ങും. കാരണം അവന് സമയമില്ല. അപ്പോൾ ആ മോഹനം ഒന്ന് ക്യാപ്സ്യൂളാക്കി തന്നാൽ മതി എന്നവർ. പെട്ടെന്ന് അതിൻ്റെ ഒരു രാഗഭാവം ഒന്ന് കാട്ടിയാൽ മതി എന്നാണ്. പെട്ടെന്നൊന്ന് സമയമില്ല എന്ന്, തിരക്കാണ് എന്നുള്ളത്. നമ്മുടെ എല്ലാ കാര്യത്തിലും ഭക്ഷണവും അങ്ങനെയായി മാറി എന്നുള്ളത്, വിദ്യാഭ്യാസവും അങ്ങനെയാണ്, എല്ലാം അങ്ങനെയായി മാറി, കൃഷിയും അങ്ങനെയായി മാറി എന്നുള്ളത്, അപ്പോൾ മരണവും അങ്ങനെയായി മാറി എന്നുള്ളത്. നോക്കൂ, കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അസിഡിറ്റിയാണ് പ്രധാന കാരണമെന്ന് ദയാൽ സാർ പറയുന്നു. ശരീരം അസിഡിക്കായി മാറുന്നു. ശരീരം അസിഡിക്കായി മാറിയാൽ, രക്തം അസിഡിക്കായി മാറിയാൽ, ബ്രെയിൻ അസിഡിക്കായി മാറിയാൽ സകല രോഗങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അസിഡിക്കാവുന്നത്? ആൽക്കലൈൻ ആയിട്ടുള്ളത് നമ്മൾ കഴിക്കണില്ല. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ശരീരശാസ്ത്രം, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ബയോളജി. പിന്നെ +2 പ്രീ ഡിഗ്രി ആയിരുന്നു, അന്ന് സയൻസാണ് പഠിച്ചത്. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ അന്ന് കിട്ടിയിരുന്നില്ല. പിന്നീട് ബോട്ടണി ആയിരുന്നു ഞാൻ പഠിച്ചത്. ഞാനൊരു ബോട്ടണി ഗ്രാജുവേറ്റാണ്. പിന്നീടാണ് ഞാൻ ഗാന്ധിയൻ സ്റ്റഡീസിലേക്കൊക്കെ മാറിയത്. ഗാന്ധിയെ പഠിക്കുന്നതൊരു ഗാന്ധിയുടെ തീരുമാനങ്ങളെക്കുറിച്ചോ കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള ധാരണകൾ ഉണ്ടാവാം. ന്യായാന്യായങ്ങളൊക്കെ വിശകലനം ചെയ്യാം. എനിക്കും എൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങളുണ്ട്. പക്ഷേ ഗാന്ധിയുടെ ഒരു പ്രത്യേകത, ഗാന്ധി ഒരു അന്വേഷകനായിരുന്നു എന്നുള്ളതാണ്. ഗാന്ധി സൂര്യൻ ഉൾപ്പെടെയുള്ള കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിനൊരു അഭിപ്രായമുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു സൂത്രശാലിയുമായിരുന്നു. അത് ഞാനൊരു കാര്യത്തെക്കുറിച്ച് 2 ഇടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2ാമത് പറഞ്ഞതാണ് സത്യത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. ഈ നാടിൻ്റെ ഒരു കൗശലമാണ്. ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 2 ഇടത്ത് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ വിരുദ്ധമാവാം. നമ്മുടെ സംസ്കൃതി അങ്ങനല്ലേ. സനാതനധർമ്മം എടുത്തു വച്ചൊന്ന് പഠിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ വേദം, നമ്മുടെ പുരാണങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ പഠിച്ചാൽ കോൺട്രഡിക്റ്ററിയാണ് പലയിടത്തും. പക്ഷെ അതിന് ഉത്തരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2ാമത് പറഞ്ഞതാണ് സത്യത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഞാനിത് വേദപ്രകാശി എന്നോട് ഈ വിഷയം പറഞ്ഞപ്പോൾ എന്ത് പറയും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഭയം തോന്നിയിരുന്നു. കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ജ്ഞാനം, അതിലൂടെ ആനന്ദത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ, നമ്മുടെ ഭക്ഷണം ഏതെന്ന് കൃത്യമായി മനസ്സിലാക്കാനും, നമുക്ക് വേണ്ടതെന്താ, കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും, അത്രയും മതിയല്ലോ.
നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അൺനാച്ചുറൽ ആയിട്ടുള്ളതാണ്, അരിയും ഗോതമ്പും കുഴപ്പമുണ്ടാക്കുമെന്ന് പ്രഗത്ഭരായ ഡോക്ടർമാർ അവർ പങ്കെടുക്കുന്ന സെമിനാറുകളിൽ അഭിപ്രായപ്പെട്ടത് ഞാനിവിടെ ഓർക്കുന്നു. പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെയൊക്കെ ബാധിക്കും. അതുകൊണ്ടാണ് അരി ഗോതമ്പ് കഴിക്കാൻ നിർത്തണം, ക്യാൻസറിന് കാരണമായി മാറുന്നുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അതുകൊണ്ടുണ്ടാവുന്നുണ്ട് എന്ന് പ്രഗത്ഭരായ ഭിഷഗ്വരന്മാർ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. വലിയ താമസമില്ലാതെ നമ്മുടെ ആധുനിക ശാസ്ത്രലോകം, വൈദ്യശാസ്ത്രം ഉറപ്പായി പറയും ഇതൊഴിവാക്കണം. പിന്നെ എന്തുകൊണ്ട് ആളുകൾ ഇതിലേക്ക് പോയി? കാട്ടിൽ നിന്നിറങ്ങിയപ്പോൾ കിട്ടിയത് ഇതായിരുന്നു. ചെറുധാന്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇതിനൊരു കുറച്ചുകൂടി ഒരു എന്താ നമ്മൾ പറയുക, ഒരു ഗ്ലാമർ കൈവന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കൻ മാവ് എന്നുള്ളത്, റവ, നമുക്കെവിടെയാണ് പരിചയമുണ്ടായിരുന്നത്? ആലോചിച്ചു. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും നല്ല കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നത് മധുരക്കിഴങ്ങിലാണ് എന്ന് നാം അറിയണ്ടേ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പറമ്പിൽ, എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ തറവാട്ടിൽ എന്തുമാത്രം പറിച്ചു മടുക്കുമായിരുന്നു. കിഴങ്ങ് തന്നെ നമുക്ക് 4 തരം: നനകിഴങ്ങ്, ചെറുകിഴങ്ങ്, വേലിക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്. ഇന്ന് നമുക്ക് ഒറ്റ കിഴങ്ങേ ഉള്ളൂ, പൊട്ടറ്റോ. കാർബോഹൈഡ്രേറ്റ് നമ്മുടെ പൂർവികർ അവരാരും അഗ്രികൾച്ചർ BSc പാസ്സായവരായിരുന്നില്ല. പക്ഷേ അവർക്ക് മണ്ണിൽ എന്ത് കൃഷി ചെയ്യണമെന്നും എന്ത് ആഹാരം കഴിക്കണമെന്നും കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മ എന്നോട് പറഞ്ഞു, 13 പ്രസവിച്ചതാണ് അമ്മയുടെ അമ്മ. അമ്മയുടെ താഴെ 8 അനുജത്തിമാരുണ്ടായിരുന്നു. ഇന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്താലോ? വിവാഹം തന്നെ കഴിക്കണ്ട എന്നുള്ളൊരു തീരുമാനം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഷ്ടകാലത്തിന് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ കുട്ടികൾ വേണ്ട, കാരണം അവർ കാണുന്നത് അവരുടെ അച്ഛനെ അമ്മയാണല്ലോ. കുട്ടികൾ വേണ്ട എന്ന നിലപാട്. ഇനിയിപ്പോൾ അവിടെയും ഒരു കോംപ്രമൈസിന് വന്നാൽ ഒന്നിലേക്ക് എത്തി ആ ഒന്നിനെ വളർത്താൻ പറ്റാതാവുന്നു എന്നുള്ളത്. ആ ഒന്നിനെ ആരോഗ്യത്തോടു കൂടി വളർത്താൻ പറ്റാത്ത ഒരു കാരണം എന്താ? ഭക്ഷണം എന്താണ്, ആരോഗ്യം എന്താണ്, ജീവിതം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. പർപ്പസ് ഓഫ് ലൈഫ്, ആനന്ദലോകം. ഇനി അടുത്ത പ്രഭാഷണം അതായതുകൊണ്ട് ഞാൻ അതിൽ അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ്. അപ്പോൾ തീർച്ചയായും ഞാനിവിടെ നിർത്തട്ടെ. അമ്മയുടെ ആജ്ഞയാണ്, അമ്മയുടെ ഉത്തരവ് പാലിക്കാതെ പോവില്ല. തീർച്ചയായും പാട്ടുപാടും. ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ഭക്ഷണം നമ്മുടെ ഔഷധമാണ് എന്ന് നാം തിരിച്ചറിയണം. ഭക്ഷണത്തെക്കുറിച്ച് പഠിക്കാനും ഏതാണ് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്ന ഭക്ഷണമെന്ന് മനസ്സിലാക്കാനും ആ ഭക്ഷണം എവിടെ ശുദ്ധമായി കിട്ടുമെന്ന് അന്വേഷിക്കാനും കിട്ടാൻ മാർഗ്ഗമില്ല. അപ്പോൾ എന്തു ചെയ്യാൻ പറ്റും? സ്വന്തം പറമ്പിൽ, സ്വന്തം മണ്ണിൽ. ദയാൽ സാറ് പറയുന്നു, സീഡ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മുടെ ധർമ്മം. നമ്മുടെ ധർമ്മം അതാണ്, സീഡ് ഡിസ്ട്രിബ്യൂഷൻ. അല്ലേ? ഒരു കഥ, 7 മിനിറ്റും കൂടെ എനിക്കുണ്ട്. ഒരു കഥ, ഒരു അപ്പൂപ്പനും കൊച്ചുമകനും കൂടെ ചക്കക്കുരു കൊണ്ടുപോയി കുഴിച്ചിടുകയാണ് ഒരു പറമ്പിൻ്റെ മൂലയിൽ. അപ്പോൾ മകൻ്റെ കുഞ്ഞാണ്. അപ്പോൾ അപ്പൂപ്പനും കൂടെ ചേർന്ന് കുഴിയൊക്കെ എടുത്തു കൊച്ചുമകനോട് പറഞ്ഞു, മോനെ ചക്കക്കുരു ഇട്ടോളൂ. അപ്പോൾ അപ്പൂപ്പൻ എന്നിട്ട് പറഞ്ഞു, നല്ല മധുരമുള്ള ചക്കയാണ് മോനെ, ഇത് ഉണ്ടായി വരുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ചക്ക കിട്ടും. അപ്പോൾ കൊച്ചുമകൻ അപ്പൂപ്പനെ കെട്ടിപ്പിടിച്ചിട്ട്, ഞാനും അപ്പൂപ്പനും കൂടെ അന്ന് ഇഷ്ടം പോലെ ചക്കപ്പഴം തിന്നും. അപ്പോൾ അപ്പൂപ്പൻ ഉടനെ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഇത് വളർന്നിട്ട് ചക്കയുണ്ടായി, അത് പഴമായി, തിന്നാനുള്ള സമയമൊന്നും എനിക്കിനി ഇല്ല. ഇതുപോലെ എൻ്റെ മുത്തശ്ശൻ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള മുത്തശ്ശന്മാർ ചക്കക്കുരു കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് ഈ പ്ലാവെല്ലാം. അതുകൊണ്ട് അപ്പൂപ്പനിത് ചെയ്യുന്നത് മോന് വേണ്ടിയിട്ടാണ്. മോനും വളർന്നു വരുമ്പോൾ തീർച്ചയായും ഫലവൃക്ഷങ്ങൾ പറമ്പിലെല്ലാം വളർത്തണം. അത് നമുക്കാവശ്യമാണ് എന്നാണ്. ഇപ്പോൾ ഇതാണ് ഈ നാടിൻ്റെ സംസ്കൃതി. അതുകൊണ്ടാണല്ലോ ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മുടെ സംസ്കൃതിക്കല്ലാതെ ലോകത്ത് ഏതെങ്കിലും സംസ്കൃതിക്ക് സാധിച്ചിട്ടുണ്ടോ ഇന്ന് വരെ? വിസ്തൃതമാക്കുന്നതാണ് ആനന്ദം എന്ന് കണ്ടെത്തുന്ന, കീഴടക്കുന്നതിൽ ആനന്ദം അല്ലേ എന്ന് കരുതുന്നവരാണ് ഇന്നും നമ്മുടെ കാലഘട്ടത്തിലെ പല രാജ്യങ്ങളും. ഇന്ന് വരെ ഭാരതം ഒരു യുദ്ധം ആരംഭിച്ചിട്ടില്ല എന്ന് നാം അറിയണം. ഇപ്പോൾ എന്തുകൊണ്ടും സമ്പന്നവും സവിശേഷവും യുണീക്കായിട്ടുള്ള ഒരു നാടും അതിൻ്റെ സംസ്കൃതിയും അതിൻ്റെ തതിയും, അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പൈതൃക ജ്ഞാനത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഭക്ഷണവും ആരോഗ്യവും. ഇത് തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ചാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഇനി ഈ വീഡിയോ കാണുമ്പോഴേ എനിക്കറിയാവൂ.
ഞാൻ എഴുതിക്കൊണ്ട് വന്നതൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഭക്ഷണം എന്നുള്ളത് പ്രധാനമാണ് എന്ന് തിരിച്ചറിയുക, അത് ഔഷധമാണെന്ന് തിരിച്ചറിയുക. ലഘുധാന്യങ്ങൾ ഇന്ന് ധാരാളമായി നല്ലത് ലഭ്യമാണ്. നിങ്ങൾക്കേവർക്കും നവലോകയുടെ ലഘുധാന്യങ്ങളുടെ ധാരാളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഞാനും എൻ്റെ കൂട്ടുകാരും തയ്യാറാക്കുന്നുണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതെൻ്റെ അമ്മയുടെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മയാണ് ഊർജം, അമ്മയാണ് സത്യം, അമ്മയാണ് ചൈതന്യം എന്നതുകൊണ്ട് തന്നെ ഇനി അമ്മയുടെ ഒരു നിർദ്ദേശം ഒരു പാട്ട് പാടണമെന്നാണ്. പാട്ട് പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. പക്ഷേ ഏത് പാട്ട് പാടുമെന്ന് എനിക്കറിയില്ല. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു, ഞാൻ പോയിരുന്നു. ഇരയിമ്മൻ തമ്പി നൽകും ശൃംഗാര പദലഹരി, ഇരയിമ്മൻ തമ്പി നൽകും ശൃംഗാര പദലഹരി ഇരു സ്വപ്നവേദികളിലലിഞ്ഞു ചേർന്നു. കരളിലെ കളിത്തട്ടിൽ60 തിരിയിട്ട കഥകളി വിളക്കുകളെരിഞ്ഞു നിന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കുടമാളൂർ സൈരന്ധ്രിയായി മാങ്കുളം ബൃഹന്തളയായി ഹരിപ്പാട്ടു രാമകൃഷ്ണൻ വലലനായി. കുടമാളൂർ സൈരന്ധ്രിയായി മാങ്കുളം ബൃഹന്തളയായി ഹരിപ്പാട്ടു രാമകൃഷ്ണൻ വലലനായി. ദുര്യോധന വേഷമിട്ടു ഗുരു ചെങ്ങന്നൂരു വന്നു. ചെങ്ങന്നൂർ ദുര്യോധന വേഷമിട്ടു ഗുരു ചെങ്ങന്നൂരു വന്നു. വാരണാസി തൻ ചെണ്ടയുണർന്നുയർന്നു. 1000 സങ്കൽപ്പങ്ങൾ തേരുകൾ തീർത്തരാവിൽ അർജുനനായി ഞാൻ അവളുത്തറയായി. 1000 സങ്കൽപ്പങ്ങൾ തേരുകൾ തീർത്തരാവിൽ അർജുനനായി ഞാൻ അവളുത്തറയായി. അതു കഴിഞ്ഞാട്ടവിളക്കണഞ്ഞു പോയി. എത്ര അജ്ഞാതവാസമിന്നും തുടരുന്നു ഞാൻ. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു, ഞാൻ പോയിരുന്നു. ഇതിനപ്പുറത്ത് എന്താ അമ്മ എനിക്ക് വേണ്ടതെല്ലാം അമ്മയുടെ അനുഗ്രഹം. എല്ലാവർക്കും നമസ്കാരം. എന്നെ ക്ഷണിച്ചതിനും ഇത്രയും നേരം ശ്രവിച്ചതിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഭാരതം ജയിക്കട്ടെ.